അതിന്റെ പ്രതീകം. അതൊരു കമ്മിറ്റ്മെന്റ് ആണ്. നമ്മുടെ കമ്മിറ്റ്മെന്റ്, നമ്മുടെ ഉത്തരവാദിത്വം. ആ രീതിയിലേക്ക് നമ്മൾ മാറും. അതേപോലെ തന്നെ എന്താണ് വരുന്നത്, കണ്ടിന്യൂ. ഇപ്പൊ 12 മാസം നമ്മൾ അടുപ്പിച്ച് 5000 PV നമ്മൾ ചെയ്യുകയാണെങ്കിൽ കമ്പനി വിൽ കൺസിഡർ യു ആസ് എ ലോയൽ കസ്റ്റമർ. എന്താണ് ലോയൽ കസ്റ്റമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ വിശ്വസ്ത ഒരു കസ്റ്റമർ ആയിട്ട് മാറും നമ്മൾ. നമ്മുടെ ലീഡേഴ്സിന്റെ പുസ്തകത്താളുകളിൽ ആരുടെ പേര് വരും? നമ്മുടെ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, you will be awarded a diamond with the certificate. ഒരു സർട്ടിഫിക്കറ്റോട് കൂടി ഒരു പിന്ന് അല്ലേ ഇവിടെ പിന്നില്ല. ആ പിന്നിന്റെ കൊടുക്കുന്നതാണ്. എന്താണ് 25,000 ചെയ്തതിന് സൂപ്പർ ഡയമണ്ട് ചെയ്തതിനൊക്കെ പിന്നീട് നമുക്ക് ഇതൊക്കെ കുട്ടിയിട്ട് വേണം നമ്മളൊന്ന് എവിടെ നടക്കാൻ. ഹലോ, ഒരു ക്ലാസ്സിൽ പോകുമ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇതെന്ത് പോയിട്ടുണ്ട്, ഞാനിങ്ങനെയാണ് എന്താണ്, ഞാനിങ്ങനെയാണ്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നു. എന്താണ് നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം നമുക്ക് ഈ ഡയമണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേബിൾ ആയിരിക്കും. കിട്ടുന്നത് എന്തായാലും കിട്ടുള്ളൂ. പിന്നെ അടുത്തത് കിട്ടാൻ നോക്കിയാൽ നോക്കൂ, ഇൻഷുറൻസ് സ്റ്റഡി മന്ത്ലി ഇൻകം ആൻഡ് പബ്ലിക് കൂടും. അതുപോലെ ഇൻകവും നമുക്ക് വർദ്ധിക്കും. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് നോളജ്, യൂസിംഗ് അവർ പ്രൊഡക്റ്റ് ഹെൽപ്പ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ ദ മെത്തഡ്. അതായത് നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കും തോറും നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുകയും അതെന്തെയും ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇന്ന് നമ്മുടെ ജയത്തിന് വേണം വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. എന്തുകൊണ്ടാണെന്ന് അറിയോ? അത് അവര് ഉപയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അത്രയും ഹൃദയത്തിൽ നിന്നാവാത്തതും നല്ലൊരു കഴിയുമായിട്ട് എത്ര മനോഹരമായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് സാറ് ഞാൻ ഇങ്ങനൊരു ഓവിറ പ്ലെയിൻ എടുത്ത് കൈകാര്യം ചെയ്തത്. കുഴപ്പമില്ല, ആദ്യപൊളി സൂപ്പർ ആയിട്ടില്ലേ ഓവിറ പ്ലെയിനിൽ. അതുകൊണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവുകയും മറ്റുള്ളവർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്നു. ഇതാണ് ഉപയോഗിച്ചിട്ട് കുറച്ചുകൂടെ പവർ വരുമല്ലോ. കേസ് ഉപയോഗിച്ചിട്ട് വലിയ മാറിയ ഒരാളാണ് സാധനങ്ങൾ കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്താ പറയാ, അടിപൊളി ബെസ്റ്റാ. നാളൊരു പെണ്ണന്റെ ലീഡർ ഒരു ബീനാന്നുണ്ട്. അവരൊരു ഓഫീസിൽ പോയി പറഞ്ഞു നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു കൊടുത്തു. ഇത് പുറത്തുനിന്ന് കഴിക്കുന്ന പ്രൊഡക്റ്റിനേക്കാളും ഇതെങ്ങനെയുള്ള പ്രൊഡക്റ്റാണെന്ന് ചോദിച്ചത് അതൊന്നും അറിയില്ല. അവർ മേഡം ഇങ്ങനെയുള്ള സ്ഥാനത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോ ആ പ്രൊഡക്റ്റ് കുറിച്ചിട്ട് പഠിച്ചിട്ട് നിന്നാണ്. അതിനുശേഷം എല്ലാ പ്രോഗ്രാമുകളും അത് കേൾക്കും. എവിടെയും അത് നെയ്യും അഭിപ്രായം പറയും. അതെന്തുകൊണ്ടാ? അത് ഈ ഒരു സിസ്റ്റം ആ പ്രൊഡക്റ്റിന്റെ നോളജ് കിട്ടിയതുകൊണ്ടാണ്, അത് ഉപയോഗിച്ച് കിട്ടിയതുകൊണ്ടാണ്. അപ്പൊ റിയലി ഹലോ അതുപോലെ തന്നെ റീറ്റെയിൽ പ്രോഫിറ്റ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി പ്രോഫിറ്റ് ബൈ ഷെയറിംഗ് സെല്ലിംഗ് പ്രൊഡക്റ്റ് അതേഴ്സ്. അതായത് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റുകൾ ഇമ്മീഡിയറ്റ്ലി അറ്റൈൻ ചെയ്യാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ വിൽക്കുകയും ഷെയർ ചെയ്യുകയും പ്രൊഡക്റ്റുകളെ നമ്മൾ സെയിൽ ചെയ്യുകയും ചെയ്യുക. പെട്ടെന്ന് തന്നെ വരുമാനം വരുന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്യാരണ്ടീഡ് ഫസ്റ്റ് ഇൻകം 5000 PV ചെയ്യുമ്പോൾ ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് എത്ര വരും? 2%. എത്ര രൂപ? എന്തായാലും വരും. അതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ 3 മാസത്തിനുള്ളിൽ അവന്റെ ബാങ്ക് അക്കൗണ്ടിൽ 1 രൂപ വരികയാണെങ്കിൽ അവരത് എന്തായിട്ട് മാറും? അല്ലെ, ആദ്യം എന്റെ ബാങ്ക് അക്കൗണ്ടിൽ വന്നത് 56 രൂപ. 56 രൂപ എന്റെ ഹൈയസ്റ്റ് ഇൻകം 1,50,000. 1,50,000 രൂപ ഞാൻ മോട്ടോർസ് ഫീൽഡിൽ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കണമെങ്കിൽ എത്ര നാള് നരകിച്ച് ആ ചെലവുകളൊക്കെ കഴിച്ച് മാറ്റി വെച്ചിട്ട് വേണം 1,80,000 രൂപ ഞാൻ കാണാൻ കഴിയണം. അതെന്റെ ബാങ്ക് അക്കൗണ്ടിൽ 1 മാസം വന്നു. അസാധ്യം. ഈ പീഡന്മാർ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, നോമിനി ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മളെന്താ ചെയ്യാതെ തന്നെ നമ്മൾ ആദ്യം നോ പറയും. ഓക്കെ, എന്താണ് അവർ പറഞ്ഞത് കാര്യം? This will increase the faith in the system and company. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഒരു വിശ്വാസം വരികയാണ് എന്തിലും, സിസ്റ്റത്തിലും പിന്നെ കമ്പനിയിലും. നമുക്ക് വിശ്വാസമല്ലേ വേണ്ടത് അല്ലെ? അപ്പൊ നമ്മൾ വിശ്വാസം വരുത്താന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ടീമിലുള്ള ആളുകൾക്ക് വിശ്വാസം വരുത്തും. നമ്മൾ എന്താ ചെയ്യാം? നമ്മുടെ ടീമിലുള്ള ആളുകൾക്ക് നമുക്ക് എല്ലാവർക്കും വിശ്വാസമാണ്. ഇനി നമ്മുടെ പ്രശ്നം നമ്മുടെ ടീമിലുള്ള ആളുകൾക്ക് വിശ്വാസമാകുന്നു.
എന്താ ചെയ്യാം? മീറ്റിംഗിലേക്ക്, അതായത് നമ്മൾ പറഞ്ഞു കൊടുത്തത് മനസ്സിലാവാത്തത് കൊണ്ടും നമ്മൾ പറഞ്ഞത് ശരിയല്ലാത്തതുകൊണ്ട് അവർക്ക് വിശ്വാസമാവുന്നില്ല. അപ്പൊ സജീവ് സാർ എന്ത് ചെയ്തു? സജീവ് സാർ പറഞ്ഞിട്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. സജീവ് സാർ എന്ത് ചെയ്തു? കുറെ ആളുകളുള്ള സ്ഥലത്ത് എന്നെ കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പുതിയതാണ്, എനിക്ക് പറ്റി അറിയില്ല. ആ സമയത്ത് ഡോക്ടർ ആൻസർ ക്ലാസ് എടുക്കുകയാണ്. ഏറ്റവും കഴിച്ച് ആദ്യം കൊടുക്കുന്ന ഉപയോഗിച്ചിട്ട് ആരോഗ്യം കിട്ടി. അപ്പോഴല്ല 95% ആളുകൾ കഴിഞ്ഞു. ആരോഗ്യം കിട്ടിയ അതിനിടയ്ക്ക് എത്ര ആളുകൾക്ക് വരുമാനം കിട്ടി. അപ്പൊ ഓരോ ലെവലിലും ആളുകൾ വിളിക്കുന്ന സ്റ്റേജിലേക്ക് വരുന്നു. KCB ഓവർസിയർമാർ, അതേപോലെ തന്നെ കിണർ പണിക്കാർ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ, ലെക്ചേഴ്സ്, ടീച്ചേഴ്സ്, അങ്ങനെ പല ആളുകളും വന്നിട്ട് 50,000 കിട്ടി, 60,000 കിട്ടി. എന്റെ മനസ്സിൽ എന്ത് ഇതിരിക്കും പറ്റും എന്ന് മനസ്സിലാക്കി. അതായത് ആ വെയിറ്റ് വരാൻ കാരണം വലിയ വലിയ മീറ്റിംഗിൽ എന്റെ ലീഡർ എന്നോട് കൊണ്ടിരുത്തിയത്. ഹലോ, നിങ്ങളുടെ ആളുകൾക്ക് ആർക്കെങ്കിലും വിശ്വാസമില്ലായ്മയുണ്ടെങ്കിൽ, ഉറച്ച നിലപാടുകൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവർക്ക് നിങ്ങൾ വലിയ വലിയ മീറ്റിംഗുകളിലേക്ക് അവരെ എങ്ങനെയെങ്കിലും കയറി കിട്ടിയിട്ടാണെങ്കിൽ കൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞാൽ അവർ നിങ്ങളോട് ചോദിച്ചു ഇത് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് നേരത്തെ പറയാറുന്നില്ലേ? അങ്ങനെ കുറെ ചീത്ത ആരോഗ്യം കൊടുക്കുമ്പോ നല്ല ചീത്തയായിരുന്നു. തിരിച്ചു വരുമ്പോ അതും പറയാറുണ്ട്. അതാണ് ക്ലാസ്സിൽ. അപ്പൊ നമുക്കതൊരു വിശ്വാസം വരാനായിട്ട്, കമ്പനി വിശ്വാസം വരാനായിട്ട് ഇടവന് 6 മാസം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 5000 രൂപയുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. അത് ഇതൊന്നും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ബിസിനസ് ഗ്രോത്ത്, ഈസി ഡ്യൂപ്ലിക്കേഷൻ. അതായത് നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു ടീമില് ഫോളോവേഴ്സിന്റെ എണ്ണം കൂടും. കുറെ ആളുകൾ നമ്മൾ ഫോളോ ചെയ്യും. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മുടെ ടീം. നമ്മൾ വഴി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ടീമും വഴി. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പ്രസിദ്ധി അനുസരിച്ച് നമ്മളൊരു സ്റ്റെപ്പ് പിന്നിലേക്ക് വെച്ചാൽ നമ്മുടെ ടീം അംഗങ്ങൾ 10 സ്റ്റെപ്പ് പിന്നിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ 10 സ്റ്റെപ്പ് മുന്നിലേക്ക് വെച്ചാല് ടീം അംഗങ്ങള് 1 സ്റ്റെപ്പ് മുന്നിലേക്ക് വെക്കുള്ളൂ. അതുകൊണ്ട് നമ്മളായിരിക്കും പവർ. ആ പവർ കാണിച്ച് നമ്മൾ നാണം നിൽക്കരുത്, പേടിച്ച് നിൽക്കരുത്. നമ്മൾ എനർജറ്റിക്കായി പച്ചവടമാണ് കോളി തട്ടി പറയണം. പച്ചവടമാണ് നിൽക്കുന്നത് കോളി തട്ടി പറയാൻ അങ്കൂറ്റം ആരുണ്ടാവണം, ഉണ്ടാവണം. അപ്പോഴെന്താണ് നമ്മുടെ വോയിസ് കൂടും. സ്ട്രോങ് നെറ്റ്വർക്ക്, ഒരു അടിപൊളി നെറ്റ്വർക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഫാസ്റ്റ് അച്ചീവ്മെന്റ്, നമ്മുടെ എന്താണ് റോയൽറ്റി ടെക്നിക്കലൊക്കെ സ്പീഡപ്പ് ആയിട്ട് ടെക്നിക്കലൊക്കെ മാറും. ഗിരീഷൊക്കെ 24 മാസം കൊണ്ട് സ്ഥാപനമായപ്പോ എന്നെ കൊണ്ടുപോയി ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. 25,000 ചെയ്യുമ്പോൾ ഗിരീഷൊക്കെ വിളിക്കും. ഒന്നേ പാടാൻ ക്ലാസ്സിൽ പക്ഷെ എന്നോട് പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ നീ 100 വീട് കഷ്ടപ്പെട്ട് ബമ്പ വെച്ച് പറഞ്ഞിട്ടുള്ളത് 10 വീട്ടിലേക്ക് ഈ അറിവ് കൊണ്ടുപോയി കഴിഞ്ഞാൽ 10 വീട്ടിൽ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നിന്നാണ് ടെക്നിക്കൽ ലെവലൊക്കെ ഫാസ്റ്റസ്റ്റ് ആയിട്ട് നമുക്ക് കൂടുകയും നമ്മുടെ ടീമിൽ കുറെ മെമ്പേഴ്സ് ആളുകൾ കുറെ ആളുകൾ ടോട്ടൽ ടീമിൽ ബിസിനസ് പ്രവർത്തിക്കാനായിട്ട് ഇടവരും. അതുപോലെ നമുക്ക് ഡയമണ്ട് ക്ലബ് ഈസ് നോട്ട് ജസ്റ്റ് എ ടാർഗറ്റ്. അതൊരു ലക്ഷ്യമല്ല, അതൊരു ടാർഗറ്റ് അല്ല. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് യുവർ സക്സസ്.
എന്താണ് നിങ്ങളുടെ ബിസിനസിന്റെ അടിത്തറയാണ് ഡയമണ്ട് ക്ലബ്. അടിത്തറ. ആ അടിത്തറ ആരാണോ കെട്ടിപ്പൊക്കി വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ ടീമിൽ ആളുകളെ വിശ്വസിപ്പിക്കുന്നതിലായിരിക്കണം, കുറച്ച് തീരുമാനം എടുക്കുന്നതിലായിരിക്കണം. ആരുടെ കണ്ട് നമ്മുടെ വലിയ നല്ല നല്ല ടീമുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നോക്കൂ, മാജിക് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. ഒരു ഡ്യൂപ്ലിക്കേഷൻ നോക്കൂ. നമ്മുടെ മാസത്തിൽ ഈ മാസത്തില് നമ്മളും നമ്മുടെ കൂടെ ഒരാൾ കൂടി 5000 PV ചെയ്തു വിചാരിക്കാം. എത്ര PV വരുമ്പോഴാണ്? 10000 PV വരും അല്ലേ? ഇതാണ് അതിന്റെ മന്ത്ലി ഇൻകം 800+ രൂപ നമ്മുടെ മാസത്തിൽ. അപ്പൊ ആ ഡ്യൂപ്ലിക്കേഷൻ ഈ ഡയമണ്ട് ഡ്യൂപ്ലിക്കേഷൻ ചെയ്തിട്ടില്ല. പലപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട്. വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ നോക്കൂ, 10000 PV 2 പേര് കൂടി ചെയ്താൽ ഒരാൾ 5000 ഒരാൾ 5000. അത് നോക്കൂ, ആ 2 പേരും കൂടിയിട്ട് 2 പേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായി? എത്ര പേരായി? 4 പേരായി അല്ലേ? ആ 4 പേര് ഇപ്പൊ നമ്മളെ ഇവിടെ വന്ന് നമ്മൾ ഒരാളോട് കൂടി പറഞ്ഞോളൂ. അദ്ദേഹത്തിന് വീട്ടില് ഞാൻ പറഞ്ഞ 3 മാസത്തിലുള്ള സാധനങ്ങളും നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യം മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ 4 പേരായി കഴിഞ്ഞ് 20000 PV ആയി. സർ 20000 PV ആയി. 1000 രൂപ ഒരു വീട്ടിലാണ്. ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു. അവരെ ചെയ്തുള്ളൂ. അത് നോക്കൂ, ആ 4 പേർക്കാണ് എത്ര പേര് പറഞ്ഞു? 4 പേരോട് പറഞ്ഞു. അപ്പൊ 8 പേരെ 5000 PV എത്രയായി? ഡബിളായി. ഇതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ, അതായത് ആ ഒരു പ്രസക്തി, ഡ്യൂപ്ലിക്കേഷന്റെ പവർ. ഡയമണ്ട് ക്ലബ് ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഡിസ്പ്ലേ വാൾ ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പവറാണത്. അതുകൊണ്ടാണ് മിഷൻ 50 പറയാൻ കാരണം. അതുപോലെ തന്നെ നോക്കൂ, 40,000 PV സ്റ്റാൻഡായി. അതുപോലെ തന്നെ 4ാമത്തെ മാസം എന്താണ്? 8 പേര് ഓരോരുത്തരും പറഞ്ഞു. ആ 8 പേർ ചേർന്ന് 8 പേരെ കൊണ്ടുവന്നപ്പോ 16 പേരായി. ആ 16 പേര് 5000 PV ചെയ്തത് എത്രയായി? 50,000 PV ഓപ്പണറായിട്ട് മാറി. നമ്മളെന്തെങ്കിലും ചെയ്തു? 24 ലക്ഷം PV എന്റെ ടീമില് ഒരു സൈഡിൽ വന്നപ്പോ അത് എങ്ങനെ വന്നത്? ഒരു ഏകദേശം 70 ലക്ഷം PV എന്റെ ടീമിൽ വന്നു. ഞാൻ ആകെ 5000 ചെയ്തുകൊണ്ട് എന്തായി? അവിടെ നമ്മുടെ മൾട്ടിസ് ബോണസ് ബോണസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു എക്സ്ട്രാ പേയ്മെന്റ് നമ്മുടെ റിവാർഡ് എംപ്ലോയീസ്, നമ്മുടെ എംപ്ലോയീസ് കിട്ടാൻ അവരുടെ പ്രോബ്ലം കൂടാൻ വേണ്ടി കൂടിയിട്ടുണ്ട്. നമ്മളെങ്ങനെ എടുക്കുന്നത്? ബോണസ് എങ്ങനെ എടുക്കുന്നത്? ബോണസ് നമ്മുടെ ബോണസ് എന്താ? കമ്പനിയുടെ ഇന്ത്യയിലെ മൊത്തം ടേൺഓവറിന്റെ എന്താണ്? അതിന്റെ 1% നമുക്ക് ബോണസ് ആയിട്ട് നമുക്ക് മന്ത്ലി നമ്മുടെ അല്ലെ? ഒരു ഇന്ത്യയിൽ നടക്കുന്ന ബോണസിന്റെ മൊത്തം ഗിരിസാരം ചെയ്താലും എനിക്ക് വരുമാനം, ഞാനും ചെയ്താലും ഗിരിസാരം വരുമാനം. ഇവിടെ ഇന്ന് ആരും ചെയ്താലും എനിക്ക് വരുമാനം, ഞാനും ചെയ്താലും കൈയിട്ടു. അടുത്ത ഒരു കാര്യം പറയുന്നു, നമ്മുടെ ബോണസ്. എങ്ങനെയാണ് ബോണസ് കാൽക്കുലേഷൻ ചെയ്യുന്നത്? മന്ത്ലി ടേൺഓവർ. കമ്പനിയിൽ 100 കോടി PV കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു മാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര ശതമാനം കിട്ടുക? 1%. 1% നോക്കിയിട്ട് 1 കോടി. നിങ്ങൾക്ക് ആ കണക്കൊന്ന് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് കാണാം. നോക്കൂ, 20,000 പോയിന്റുകൾ വരുന്നുണ്ട്. 20,000 പോയിന്റുകൾ അതിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 കോടിയെ 20,000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് എത്ര ഇത് കിട്ടും? ബോണസ് കിട്ടും. 500 ബോണസ്. അങ്ങനത്തെ ഒരു കണക്ക് 20,000 നമ്മുടെ ഡോക്യുമെന്റ് സെറ്റ് ചെയ്ത് കണക്കാണ്. ഒരു നല്ലൊരു കൈ സാറിന് വേണ്ടി കൊടുക്കുക. ഇതൊക്കെ ഒരു 20,000 സെറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. 3,500 പേര് എലിജിബിൾ ആയി. ഓപ്പണറിൽ 3,500 പേരുണ്ട്. എന്തെങ്കിലും ഏകദേശം ടോട്ടൽ പോയിന്റ് എത്ര വരും? 3,500 പോയിന്റ് വരും. അവർക്ക് എത്ര കിട്ടും? 500 രൂപ വെച്ചിട്ട് കിട്ടും. അത് 2% ആകുമ്പോ എത്രയാണ്? 2,500 അതിന്റെ എലിജിബിൾ ആയിട്ട് ആളുകൾ ഉണ്ടെങ്കിൽ ടോട്ടൽ പോയിന്റ് എത്ര വരും? 5,000 വരും. 2% കൊടുക്കണ്ട. അപ്പൊ 1000 വെച്ചിട്ട് അങ്ങനെ 20,000. ഇങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ. ഒരു ടോട്ടൽ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് അതിന്റെ ബോണസ് കിട്ടുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഹൈ പോസ്റ്റ് മിസ്ഡ് ബോണസ്. ഇത് ആളുകൾക്ക് അറിയില്ല. ഈ ഇത്രയും വരുമാനം കിട്ടുമെന്ന്
ബോണസ് കിട്ടുമെന്ന് ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ട് ഈ ഒരു നമ്മളെന്താ പറയാ ഓപ്പറർ മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നു. ഡിസ്പ്ലേകളൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞിട്ടിരിക്കുക. അവിടെ ഈ പണ്ട് മൈപ്പിലൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ 2 ലക്ഷമൊക്കെ പ്രൊഡക്റ്റുകൾ അവിടെ ഇരിക്കുക. അത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ കൊള്ളിച്ചു കഴിഞ്ഞാൽ അവന് ഇയർലി കിട്ടുന്ന നമുക്ക് 512 മാസം കിട്ടുമ്പോ 12,000 രൂപ നഷ്ടമാണ് ഒരു വർഷമാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ നോക്കൂ, ഈകള് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ 24,000 രൂപയാണ് ആ വ്യക്തിക്ക് നഷ്ടം. ഇത് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും ഡിസ്കൗണ്ട് കൊണ്ടിരിക്കുക. ഡിസ്കൗണ്ട് പോകും. നോക്കൂ, റണ്ണറില് 36,000 രൂപ, 18,000 മന്ത്ലി, ഇയർലി കൂടി 36,000 രൂപ നമുക്ക് നഷ്ടം. അതാണ് പറഞ്ഞത് ഹൈ കോസ്റ്റ് ഓഫ് മിസ്ഡ് ബോണസ്. നമ്മൾക്ക് പലർക്കും പ്രസവിക്കും. 2 ലക്ഷത്തിന് കിട്ടിയ ഒരു മാസം കൊണ്ട് 4 ലക്ഷം ആവും. ആവില്ല. പക്ഷെ ഇങ്ങനെ ആവുള്ളൂ. അപ്പൊ നമുക്ക് 42,000 രൂപ നഷ്ടമാണ് ഒരു വർഷം. ആ സാധനം കറച്ച് 6 മാസം കറക്റ്റ് ചെയ്യില്ല. അതേപോലെ തന്നെ സ്റ്റാറിലുള്ള ആളുകൾക്ക് 60,000 രൂപയാണ് നഷ്ടം. ഈ നഷ്ടത്തിന്റെ കണക്ക് കേട്ടപ്പോഴാണ് പിന്നെ ഞാൻ അത് ചെയ്യാതില്ല. 10,000 ചെയ്യാൻ മതി ഈ മാസം. ഞാൻ 10,000 ചെയ്യും. 10,000 ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡോക്ടർ അനുസാരം 10,000 ചെയ്യുകയും സ്റ്റാറിന്റെ 5 ജോലിക്കും 5 കണക്കിനും കഴിയും. പിന്നെ സ്റ്റാറിനെ താഴെയുള്ള ആളുകൾ ചെയ്യും. ഈ മാസം നമുക്ക് പറ്റും. നമുക്ക് എല്ലാവർക്കും പറ്റും. ഏകദേശം 1,000 പേർ ആക്കിയിട്ടുള്ളത്. ഇനിയും 10,000 ഞാൻ തമ്മിൽ കഴിയുമെങ്കിൽ ഞാനിങ്ങനെ റിലീസ് ചെയ്യാൻ വേണ്ടി അപ്പോ നമ്മൾ നോക്കും ചോയ്സ് യുഎസ്. നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടണം. ചോയ്സ് യുഎസ് നിങ്ങളതാണ്. അതുപോലെ തന്നെ നോക്കും ഈ കണക്ക് ഡിസ്പ്ലേവറിന്റെ മേജിക് ഓഫ് ഡിസ്പ്ലേവർ. അതേപോലെ തന്നെ നമ്മള് ആ ഒരു 16 പേർക്ക് നമുക്ക് ഒരു ഓർഡർ ആയിട്ടുണ്ടെങ്കിൽ 16 പേര് ഓരോ ഡയമണ്ട് ക്ലബ് മെമ്പേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ 32 പേരായി. ഈ ഡ്യൂപ്ലിക്കേഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പണ്ട് ഞാൻ റിസോർട്ട് ഓർമ്മ നമ്മൾ ഇന്ന് ലീഡേഴ്സ് ഞാൻ വിജയിക്കും. ഞാനും അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു കിളി ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞുപോയി. അപ്പൊ കുഞ്ഞിക്കിളി തളക്കിളിയോട് ചോദിക്കാം, ഇത് സ്പീഡിൽ പോകണം. അപ്പൊ അതിലൊക്കെ കിളിയല്ല മോനെ, അത് സ്പീഡിൽ പോകണം. അതെന്തുകൊണ്ട് സ്പീഡിൽ പോണേ? അപ്പൊ അതിലൊക്കെയാണ് മൂട്ടിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിൽക്കോ പറക്കില്ലേ അവൻ. അതേമാതിരി ഈ കണക്കുകളാണ്. ഇത് ശരിക്കും നമ്മൾ വീട്ടിൽ പോയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. അതേസമയം ആ ഒരു 32 പേർക്ക് 32 പേർ കൊണ്ടതിന് 64 പേരായി 3,20,000. പിന്നെ 10,000 രൂപ എന്താണ് 10,000 രൂപയും പ്ലസ് ബോണസ് നമുക്ക് കിട്ടും. അതുകൂടാതെ നമുക്ക് 7ാമത്തെ മാസം, വെറും 7ാമത്തെ മാസം ആ ഒരു 128 പേര് 5,000 PV ചെയ്ത് 6,40,000 സ്റ്റാർ അച്ചുവരേക്ക് മാറി. ഇങ്ങനത്തെ 20,000 പ്ലസ് ബോണസ്. അടുത്തൊരു 8ാമത്തെ മാസം 256 പേര് 5,000 PV. നമ്മുടെ ഈ ഡയമണ്ട് ക്ലബ്, ഈ ഇരിക്കുന്ന ആളുകൾ ചെയ്ത ഡയമണ്ട് ക്ലബ് ഡ്യൂപ്ലിക്കേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഏകദേശം 12,80,000 PV വരും. ഈ 8 മാസം കൊണ്ട് എന്തായാലും മാറാം. സ്റ്റാഫ് മാറാം. 50,000 രൂപ വരുമാനം ആളായിട്ട് മാറാം. ശരിയായ രീതിയിൽ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ, ആളുകളോട് ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ 8 മാസം മതി 50,000 രൂപ വരുമാനം. ഹലോ ഹലോ, വീട്ടിൽ പോയോ? തലത്തിന്റെ അടുത്തേക്ക് പോയോ? ആട്ടിന്റെ അടുത്തേക്ക് പോയോ? കൊച്ചിങ്ങളുടെ അടുത്തേക്ക് പോയോ? ഇവിടെ തന്നെയാണോ? അതുവരെ ഞാൻ പത്തൊക്കെ നടക്കുകയായിരുന്നു. ഇത് കേട്ടപ്പോൾ മനസ്സിലായി. നോക്കൂ, ഇവിടെ സാറിന് കിട്ടുന്ന ഒരു വരുമാനം നോക്കൂ, 3,20,000 PV.
പറഞ്ഞില്ലേ 3,10,000 PV ഇങ്ങനെ വരികയാണെങ്കിൽ ഏകദേശം എത്ര 22,808 രൂപ നമ്മുടെ ബാങ്കിൽ കൂടി വരാനായിട്ട് വരും. അതില് ഇയർലി ബോണസും എന്താണ് മന്ത്ലി ബോണസും കൂടി 22,000 രൂപ ഒരു സ്റ്റാർ ആയാലും അടുത്ത് നോക്കൂ. എന്താണ് സ്റ്റാർ പ്ലാറ്റിന് 2 അച്ചീവ്മെന്റ് കഴിക്കുള്ളൂ. സ്റ്റാർ പ്ലാറ്റ് അച്ചീവ് ആയി കഴിഞ്ഞാൽ സംഭവിക്കും ഒന്നുമില്ല. നിങ്ങൾ അധികം പേടിക്കൊന്നും വേണ്ട. നമ്മൾ കഴിഞ്ഞെങ്കിൽ 5,000 PV കിട്ടും. അത് നമ്മുടെ ടീമിനെ കൊണ്ടും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് 6,40,000 6,35,000 എത്രയുണ്ട്? 67,591 രൂപ നമുക്ക് ഇൻകമായിട്ട് കിട്ടുന്നു. റോയൽറ്റി സ്റ്റാർ പ്ലാറ്റിന് എല്ലാവരും എത്ര മാസം കൊണ്ട് ഈ വരുമാനം നമുക്ക് എത്ര മാസം കൊണ്ട് കിട്ടും? 8 മാസം കൊണ്ട് നമുക്ക് കിട്ടും. പക്ഷെ പണിയെടുക്കണം. പണിയെടുക്കാണ് എന്തോ പൈസ ലക്ഷക്കാരുടെ പേരുണ്ടോ ആസിഫില് നമ്മുടെ പേരിന്റെ അടിയിൽ ടിവിയുടെ അടിയിൽ വെച്ചിട്ടുണ്ടോ? നമ്മുടെ പേരിന്റെ അടിയിൽ PV വന്നിട്ടുണ്ടോ? എത്ര PV വന്നിട്ടുണ്ട്? അതനുസരിച്ച് ലീഡർമാർക്ക് പറഞ്ഞു ചോദിച്ച് ബിസിനസ് കറക്റ്റായിട്ട് ചെയ്യാൻ തയ്യാറുണ്ട്. ചെയ്യും. ആരുടെ കാര്യമില്ല. പറഞ്ഞില്ലേ സാധാരണക്കാരൻ സാധാരണ സജുസാറും ഗിരിസാറും ഡാൻസാറും മുസാറും പറയുമ്പോൾ യെസ് സാർ എന്ന് പറയുമ്പോൾ നോ ഇതുവരെ പറഞ്ഞിട്ടില്ല. തളർന്ന് ഒരു ക്ലാസ് കൊടുക്കാൻ നടത്തി പോയി. ആലപ്പുഴയിൽ ക്ലാസ് കൊടുത്ത് പിറ്റേ ദിവസം സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം എനിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു സാർ ഞാൻ ആലപ്പുഴയിൽ ക്ലാസ് ചെയ്ത് നേരെ എക്സ്ക്യൂസ് പറയാൻ കഴിയും. Yes sir. എപ്പോഴും പറഞ്ഞേ yes sir. അവർ yes പറഞ്ഞവർക്ക് yes yes ഒരു പറഞ്ഞു പറഞ്ഞേ yes. ഈ yes നമ്മുടെ ജീവിതത്തിൽ yes എന്റെ ജീവിതത്തിലല്ല നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിലുള്ള yes ആണ്. നമ്മുടെ ലീഡേഴ്സ് ഒരു 10 വർഷം കൊണ്ട് 2026 നമ്മൾ 5,000 PV ചെയ്യുന്ന എത്ര പേരുണ്ടെന്നോ? 10 പേരുണ്ട്. 2026 ഹലോ ഇവിടെ തന്നെയാണോ? ഏപ്രിൽ 2026 10 പേർ നമ്മൾ കൊണ്ടുവന്നു. എത്ര PV ആയി? 10 5,000 50,000 PV. നമ്മളേതായാലും മാറി സ്റ്റാഫ് 10 പേർ 2027 അടുത്ത വർഷം ആ 10 പേർ ചേർന്ന് എത്ര പേരെ കൊണ്ടുവന്നു? 10 പേരെ കൊണ്ടുവന്നു. അപ്പൊ എത്ര പേര്? 10 100 പേര്. 100 പേര് 5,000 PV ചെയ്ത് കഴിഞ്ഞാൽ എത്ര PV ആയി? 5 ലക്ഷം PV ആയി. അതെ നോക്കൂ എത്ര അച്ചീവായിട്ട് മാറി? ഗോൾഡ് അച്ചീവായിട്ട് മാറി. അതേപോലെ തന്നെ 2028 ആ 100 പേര് ചേർന്ന് 10 പേരെ കൊണ്ടുവന്നപ്പോ എത്രയായി? 1000 പേരായിട്ട് മാറി. ആ 1000 പേര് 5,000 PV ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി? 50 ലക്ഷം PV ആയി. അതേസമയം 2029 ആ 1000 പേര് പവർഫുൾ ആയിട്ടുള്ള 1000 പേര് ചേർന്ന് 10 പേരെ കൊണ്ടാണ്. നോക്കൂ എത്ര പേരായി? 5 കോടി സ്കാർബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PD സുന്ദർ സ്കാർബി ആ സ്കാർബിക്ക് 5 കോടി PV വന്നു. അതെന്താ ചെയ്ത്? ആ 10,000 പേർക്ക് 5,000 PV ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇങ്ങനെ പ്രവർത്തിച്ചു. അതേപോലെ തന്നെ ആ 10,000 പേര് 10 പേരുണ്ട് 2030 നോക്കൂ എത്ര പേരായി? 1 ലക്ഷം പേര്. ആ 1 ലക്ഷം പേര് 5,000 PV ചെയ്ത് കഴിഞ്ഞാൽ 50 കോടി PV വന്നു. ആ 50 കോടി PV വന്നു കഴിഞ്ഞാൽ നമ്മളെ പറയുന്ന പേരാണ് ഡയമണ്ട്. 5 വർഷത്തിനുള്ളിൽ ആ സിസ്റ്റം പറയുന്നു എന്ന് നമുക്ക് ഡയമണ്ട് ആവാം. 5 വർഷം മതി. ശരിയായ സിസ്റ്റം പാലിക്കുകയാണെങ്കിൽ 5 വർഷം മതി. അതാണ് നമ്മുടെ പവർ ഓഫ് ആസിയൻ പ്രൊഡക്ട്സ് ആൻഡ് സിസ്റ്റം. ഒരു നല്ലൊരു പവർഫുൾ കാര്യം വരുന്നുണ്ട്. ഇത് ഞാൻ ചെയ്തിരിക്കും എന്ന് അന്ന് തീരുമാനിച്ചത്. നിങ്ങൾ ഓരോരുത്തരും കുറച്ച് തീരുമാനം നോക്കൂ. അതിനടുത്ത് നോക്കൂ 1
5000 PV ചെയ്യുമ്പോൾ 50 കോടി PV നമുക്ക് വരും. That means you are 25 ലക്ഷം രൂപ നമ്മുടെ ബാങ്കിലേക്ക് ഇങ്ങനെ വന്നു വീഴുമ്പോ ഈ ആലുവ മണപ്പുറം കിടന്നിട്ട് ഇങ്ങനെ കിടങ്ങും. ആലുവ പുഴയുടെ തീരത്ത് എന്ന് പറഞ്ഞ് ഈ തീരത്ത് ഇങ്ങനെ കാറ്റും കാര്യം നടക്കാൻ നമുക്ക് മനസ്സിലായോ? അതിനൊരു ഒരു കാര്യം ഉണ്ടായാൽ മതി. ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ അത് പറഞ്ഞില്ല. ഒരു കുട്ടി സ്കൂളിൽ പോയി, അവനെ ടീച്ചർ പഠിപ്പിച്ചു ഭൂമി ഉരുണ്ടതാണ്. അപ്പൊ കുട്ടി സ്കൂളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്നു ഭൂമി ഉരുണ്ടതാണ്, ഭൂമി ഉരുണ്ടതാണ്, ഭൂമി ഉരുണ്ടതാണ്. അവൻ വീട്ടിൽ വന്നു, ഇന്ന് പഠിക്കണം ഭൂമി ഉരുണ്ടതാണ്, ഉരുണ്ടതാണ്, ഉരുണ്ടതാണ്. അവൻ അച്ഛൻ രണ്ടെണ്ണം അടിക്കുന്നതാണ്. അപ്പോ പറഞ്ഞ സത്യമല്ല. അപ്പൊ ഭൂമി പറഞ്ഞതാണ് മോനെ എന്ന് പറഞ്ഞു. ഭൂമി പറഞ്ഞതാ. അപ്പൊ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടതാണ്. നീ ഇന്നെ ഞാൻ പഠിപ്പിക്കുന്നു, നീ ഈ ഭൂമി പരന്നതാണ്. അപ്പൂവൻ പറഞ്ഞു പരന്നതാണ്. ടീച്ചർ ചോദിച്ചു പഠിച്ചില്ലേ കാര്യങ്ങളൊക്കെ? ആ ഭൂമി എങ്ങനെയുള്ളതാ? ഭൂമി പരന്നതാണ്. നിങ്ങളോട് പറഞ്ഞത് ഭൂമി ഉള്ളതാണല്ലേ. ഇവൻ അങ്ങോട്ട് ചെല്ലുമ്പോ ഭൂമി പരന്നതാണെന്ന് പറഞ്ഞെടുക്കും. ഇവിടെ വരുമ്പോൾ ഭൂമി ഉള്ളതാണോ? ഇവൻ ആകെ കൺഫ്യൂഷൻ. ഇവൻ അപ്പോഴും നിർവചനം ഉണ്ടാക്കി. ഭൂമി സ്കൂളിൽ പോകുമ്പോ ഉരുണ്ടത്, വീട്ടിൽ വരുമ്പോ ഇതേപോലെ തന്നെ ആശയം പ്രവർത്തകർ ചില ആളുകൾ പറഞ്ഞില്ല. ചിലര് ഇവിടെ വരുമ്പോ അവർ വീട്ടിൽ പോകുകയും ഇനി പറഞ്ഞതൊന്നും ഓർമ്മ വരും. അങ്ങനെ പോകാറില്ല. എപ്പോഴും പവറായിട്ട് നിൽക്കും. ഓക്കെ, വിജയകാലത്തും മറക്കരുത്. ഇത് നമ്മുടെ ജീവിത വിജയത്തിന് നമ്മുടെ ലീഡേഴ്സ് നമ്മുടെ ഉണർത്തുപാട്ടായിട്ട് തരണം. ഹലോ ഹലോ റെഡി. ഒരു സ്ഥലത്തും പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആദ്യം നമുക്ക് എല്ലാ സ്വപ്നങ്ങളും നമുക്ക് സാക്ഷാത്കരിക്കാം. അങ്ങനെ സാക്ഷാത്കരിച്ച ഒരാളാണ് നമുക്ക് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഡയമണ്ടായിട്ട് മാറാം. നോക്കൂ, 25 കോടി ഓരോ സൈഡിലും നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ 50 കോടി 25 ലക്ഷം രൂപ വരുമാനം. അങ്ങനെ എന്തുണ്ട്? പടികളുണ്ട്. തിരുസർവയും ഓരോ പടിയും കയറുമ്പോൾ ഓരോ സ്വപ്നം തൂക്കിയിടും. അല്ലേ? വിഘ്നന്മാരായി നമുക്ക് ആദ്യം വിഘ്നറിൽ നിന്നതാ അല്ലേ? എന്നിട്ട് ആദ്യം തന്നെ പറയണ്ടായോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബിസിനസ് ചെയ്യുമ്പോൾ പേടിയുണ്ടോ? ഞാൻ സ്റ്റാർട്ടാവും ആവൂല്ലേ? ആവും. സ്ഥിരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഓരോ പടി സ്റ്റാർട്ട്. ഇവിടെ ബിഗിനറാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ ഇതിലേക്ക് ചാടി ഓപ്പണറിലേക്ക് ചാടി സ്റ്റാർട്ടായില്ല. ഓപ്പണറിലേക്ക് ചാടി, ഓപ്പണറിൽ നിന്ന് ഞാൻ ഈകളായില്ല. എവിടേക്ക് ചാടി? വിന്നറിലേക്ക് ചാടി. അതിനുശേഷം വിന്നറിൽ നിന്ന് ഞാൻ ഇവിടുന്ന് ഓപ്പണറിൽ നിന്ന് റണ്ണറിലേക്ക്, പിന്നെ സ്റ്റാറിലേക്ക് ചാടി. എവിടേക്ക് ചാടി? സ്റ്റാർ. സ്റ്റാറിൽ നിന്ന് ഗോൾഡും സ്റ്റാർ ഗോൾഡും പ്രാചീനും ആവാതെ വെളിയാടി സ്റ്റാർ പദ്ധതിക്ക് ചാടിയ ആ വ്യക്തിയാണ് പറയുന്നത് നമുക്ക് വിജയിക്കാൻ പറ്റും. പറ്റുമോ? സ്റ്റാറിൽ നിന്ന് എനിക്ക് ഗോൾഡിന്റെയും സ്റ്റാർ ഗോൾഡിന്റെയും പ്രാചീനത്തിന്റെയും കപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. ഈ പരാതി ഞാൻ പോയി ഈ സൂര്യൻ പറഞ്ഞു. 3 കപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. ഹലോ, പൊന്നാടിട്ട് തന്നപ്പോഴത്തെ സ്നേഹം ഓരോ അടികൾ കളക്കുമെന്ന് ചവിട്ടുമെന്ന് ഉറച്ച തീരുമാനം. എന്ത് പ്രതിസന്ധി വന്നാലും ഈ പടവുകൾ ഞാൻ കടന്ന് എന്തായിട്ട് മാറും? ഞാൻ ഡയറക്റ്റായിട്ട് അവർ ഉറച്ച തീരുമാനമാണ്. അത് വീട്ടിൽ പോയാലും പറഞ്ഞതാകുമ്പോഴേക്ക് റെഡി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓരോ പടികൾക്കും ഇത്ര പടികൾ നമുക്ക് അതിലൂടെ നമുക്ക് കടന്നു പോകാനായിട്ട് കഴിയും. എന്താണ് നമ്മുടെ ഡയമണ്ട്? ആരാണ്? ഫ്രം ഡയമണ്ട്. ഡയമണ്ടിന്റെ പോലെ നമ്മൾ എന്ത് ചെയ്യാം? പവറാണ്. ആ മനുഷ്യരുടെ വന്നു പോയി കഴിഞ്ഞിട്ട് എല്ലാവരും അതേപോലെ തന്നെ നോക്കൂ, നമ്മുടെ ഓഫറുകൾ, കുറച്ച് ഓഫറുകൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു. സ്പെഷ്യൽ ഓഫർ മാർച്ച് 26-ാം തീയതി, മാർച്ച് 26
ആയി കഴിഞ്ഞാൽ ഈ മാസം ഒരു സ്റ്റാർ ആയാൽ പോലും മെയ്യിലെ ടൂറിൽ പങ്കെടുക്കും. എത്ര പേര് അങ്ങനെ ഒരു തീരുമാനത്തില് ഈ മാസം ഞാൻ സ്റ്റാർ ആകുന്നു? ഒരാള്, പിന്നെ രണ്ടാള്, മൂന്നാള്, നാലാള്, എല്ലാവരും എണീറ്റുന്ന ആ സ്റ്റാർ ആകുന്നു പറഞ്ഞ ആളുകളൊക്കെ എണീറ്റുന്ന ഞാൻ ഈ മാസം സ്റ്റാർ ആയിരിക്കും. മെയ്യിലെ ആ ഒരു എന്താണ് നമ്മുടെ ടൂറിൽ ഞാൻ പങ്കെടുക്കും. ഒരു നല്ലൊരു പവർഫുൾ ഞങ്ങളായിരിക്കും അല്ലെ. ഇനി ആവില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളാവാൻ വേണ്ടിട്ട് അതിനെ ഏറ്റെടുത്താണ് ഞാൻ. ഞാൻ നിന്നെ ഞാൻ സ്വന്തമാക്കും 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 എന്ന് പറഞ്ഞു അപ്പോൾ 10,000 PV 10 ജോയിനിങ് സാറിന് താഴെയുള്ള ആളുകൾ, സ്റ്റാറായിട്ടുള്ള മുകളിലുള്ള ആളുകൾ 5 ജോയിനിങ്ങും 5 ആക്ടിവേഷൻ ID, അതുപോലെ തന്നെ 10,000 PV ഒരു മൺഡേ ടൂർ എവിടെയാണ് എന്താണ് മെയ്യിൽ നമ്മൾ അടിച്ചു കൊടുക്കും. മെയ്യിൽ നമ്മൾ അടിച്ചു കൊടുക്കും. ഓക്കെ, തയ്യാറാണോ? 10,000 PV ചെയ്യാൻ എത്ര പേര് 10,000 PV ചെയ്യാൻ നോക്കുക? ഇത് ചലഞ്ചാണ്. 10,000 PV ചെയ്യാം, 10 ജോയിനിങ് ചെയ്യാം. സാറിന് മുകളിലുള്ള ആൾക്കാർ 5 ജോയിനിങ്. ഇതൊരു നമ്മുടെ ക്ലബിൽ 5-6 ഒരു ടാർഗറ്റ് അല്ല. ആ ടാർഗറ്റിന് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളവിടെ എടുക്കുക. ചിലത് കിട്ടുമ്പോ ചിലപ്പോൾ കിട്ടുള്ളൂ. അത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഉടനടി എടുക്കുക. ഇത് പറഞ്ഞതിന് പിറ്റേ ദിവസം പറഞ്ഞതിന് പിറ്റേ ദിവസം. കാരണം ലീഡേഴ്സ് എന്താണോ പറയുന്നത് അത് ചെയ്ത് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് എന്റെ പുതിയ ഏതോ പെട്ടിയിലുണ്ടോ ഏതോ പെട്ടിയിലുണ്ട്. ഞാനിങ്ങനെ പുതിയ ആ പുതിയ ലോക ബാങ്ക് എന്താണ് ആർട്ടിഫിഷ്യൽ കംപ്ലീറ്റ് എന്താണ് പാക്കേജാണ് കിട്ടുന്നു. ആരോഗ്യം കിട്ടും അല്ലെ? എത്ര പേര് ആരോഗ്യം കിട്ടിയിട്ട് ആർട്ടിഫിഷ്യൽ പാക്കേജ് ഹെൽത്ത് കിട്ടുന്നു. അതേപോലെ തന്നെ എന്താണ് മണി ഫ്രീഡം. പൈസ നമുക്ക് എത്രയാണോ പൈസ വേണ്ടത് അത് നമുക്ക് മേടിക്കാം. അധികം പൈസ എന്നോട് പണ്ട് പറഞ്ഞറിയോ? നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഈ നോട്ട് കെട്ടുകൾക്ക് കടലാസ് തുണ്ടിന്റെ പോലും വില ഉണ്ടായിട്ട് മാറും. അത്രയധികം പൈസ കണ്ടിട്ട് ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറയുള്ളൂ. സത്യമാണ്, സത്യം എന്തായാലും. അതുപോലെ തന്നെ മണി ഫ്രീഡം, അതുപോലെ തന്നെ സെക്യൂരിറ്റി. ഞാനില്ലെങ്കിലും ഈ സിസ്റ്റത്തിലൂടെ എന്നെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്റെ കുടുംബം ഒരിക്കലും പട്ടിണിയാവില്ല. ഇനി അവനവരായിട്ട് നിൽക്കുമ്പോൾ ഈ ലോകത്തിൽ ഇല്ലാതായാൽ പോലും എന്റെ ഭാര്യയും മക്കളും പട്ടിണിയാവില്ല. കാരണം ഈ വരുമാനം പിന്നെ അവരെല്ലാം ചെന്ന് ചെയ്ത എന്റെ ഭാര്യ ഇല്ലെങ്കിൽ പോലും എന്റെ മക്കൾ കിട്ടും. പണ്ട് ഈ സാധനങ്ങളോട് ഒരു ചോദ്യം പണ്ട് ചോദിച്ചേ ചോദ്യം. രാത്രി 3 മണിക്ക് എനിക്ക് 3 മണിക്ക് എന്ത് നോക്ക് ഭാര്യ മക്കൾ എന്ത് ചെയ്യണം നോക്കാം. അപ്പോ ഞാൻ എനിക്ക് പുലർച്ചെ 3 മണിക്ക് എത്തിയിട്ട് ഞാൻ ഭാര്യനെ മക്കൾ നോക്കിയപ്പോ അങ്ങനെ വിളിക്കാനൊന്നുമില്ല. ഞാൻ 3 മണിക്ക് എത്തിയാൽ ഞാൻ എനിക്ക് നോക്കിയതുകൊണ്ട് അപ്പൊ എന്നോട് ചോദ്യം തിരിച്ചു. ആരും നിന്നുള്ള അടിസ്ഥാനത്തിലാണ് വന്നത്. എന്നൊരൊറ്റ ചോദ്യത്തിന് മുമ്പിൽ നമുക്ക് മനസ്സിലാക്കാം അന്ന് മുതൽ തുടങ്ങിയതാണ്. ഇന്നത്തെ ക്ലാസ്സോടുകൂടി റെഡിയായിരിക്കണം. എപ്പോഴും നമ്മളായിരിക്കും. പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരും. അതൊക്കെ സർവ്വസാധാരണ. അത് ആർട്ടിക്കൽ അല്ലെങ്കിൽ വരും. അതുകൊണ്ടൊന്നും പേടിക്കാൻ പാടില്ല. ഓക്കെ, സെക്യൂരിറ്റി. അത് കഴിഞ്ഞ പിന്നെ ടൈം ഫ്രീഡം. നമുക്ക് ടൈം ഫ്രീഡം ആയിട്ട് മാറും. ഇന്ന് 7,000 പേര് നല്ല ടീമുണ്ട്. 8 മണിക്കൂർ ജോലി ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ. ഈ 7,000 പേര് 1 മണിക്കൂർ വെച്ചിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം വർക്കിംഗ് പോലെ 7,000 മണിക്കൂർ. ആ സമയം നമ്മൾ മോദിക്കാരന് ഏകദേശം 1 ലക്ഷം പേരുണ്ടെന്ന് ക്ലിയർ ആയിട്ട്
പാട്ട് പാടി ചിരിച്ച് കളിച്ച് കാലമ കാഴ്ച TV കണ്ടിരിക്കാം കുറച്ച് കാലം കഴിഞ്ഞാൽ. ഇത് ചെയ്തില്ലെങ്കിൽ അന്നും കണ്ടിരിക്കേണ്ടി വരും, അന്നും വിഷമിക്കേണ്ടി വരും. അപ്പോ എന്താണ് പിന്നെ റെസ്പെക്ട്, നമുക്ക് എന്താണ് ബഹുമാനം, നമ്മളോട് ഒരു ബഹുമാനം തോന്നില്ല. ഞാനിപ്പോ സ്നേഹം ടീച്ചർ വന്നപ്പോ ജനിക്കുന്നില്ലേ, എന്തുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവർക്ക് നമ്മളൊരു ബഹുമാനം തോന്നും. കാരണം പിന്നെന്താണ് റിവാർഡ് ആൻഡ് റെക്കഗ്നേഷൻ, നമ്മളെ അംഗീകാരങ്ങളിലെ കൊണ്ടാടൊക്കെ എനിക്ക് ഞാൻ ഊഹിക്കില്ല ടീച്ചർ. ഈ വീട്ടിൽ ഒരു പ്രത്യേകത ഓക്കെ. റിവാർഡ് ആൻഡ് റെക്കഗ്നേഷൻസ്. അതേപോലെ തന്നെ ടൂറും ട്രാവലും എത്ര സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെന്ന് അറിയാം. ഒരുപാട് സ്ഥലം വിളിച്ചിട്ടുണ്ട്. മൈസൂരൊക്കെ പോയിട്ട് ഗിരി സമയത്ത് അന്ന് പോയിട്ട് അവിടെ വലിയൊരു ആളൊക്കെ നമ്മുടെ എന്താണ് 5 സ്റ്റാർ ഹോട്ടലൊക്കെ കണ്ട് അതേപോലെ താമസിച്ചു. അപ്പോഴാ നാളെ ആടി മാറും ഇനി കിട്ടില്ലല്ലോ. എന്നിട്ട് ആടി മാറിട്ട് എന്താ ചെയ്തത് ചാടി മാറും. പക്ഷെ അത് എന്റെ മനസ്സിൽ ഇതേപോലെ ഞാൻ വീട് കഴിക്കുന്നത് ഇതേപോലെ അതേപോലെ ജീവിതം സന്തോഷത്തിന് മാത്രമേ ഈ ഓർമ്മയിൽ വിടാൻ പാടുള്ളൂ. അടിപൊളിയായിട്ട് ജീവിച്ചു, കഷ്ടപ്പെട്ടിട്ടല്ല, ഇഷ്ടപ്പെട്ട് സുഖകരമായിട്ട് ജീവിച്ചതേ കൂടുള്ളൂ. അതാണ് ട്രാവലും ടൂറൊക്കെ കിട്ടും, പീസ് ഓഫ് മൈൻഡ്, സമാധാനം. നമുക്കൊരു സമാധാനം. നമ്മുടെ മക്കൾ ഞാൻ ലീവിലൊക്കെ ജീവിക്കുന്നു പറയുമ്പോ ഒരു സമാധാനം. എത്രയോ ആളുകൾക്ക് ആരോഗ്യം കിട്ടുമ്പോ നമുക്കൊരു സമാധാനം. ചിലർ കാറ് മേടിച്ചെന്ന് പറയുമ്പോ നമുക്കൊരു സമാധാനം അല്ലെ. ചിലർ വീട് മേടിച്ചെന്ന് പറയുമ്പോ ഇപ്പൊ ഗിരിസാർക്ക് എത്ര സന്തോഷം ഉണ്ടാവുന്ന പറയോ, എനിക്കൊരു വീട് കിട്ടിയെന്ന് പറയുമ്പോ. ഗിരിസാറിന് അറിയാം എത്ര ഈ സംസ്ഥാനത്ത് വിളിച്ചിട്ട് എന്നോട് വളരെ സന്തോഷം അറിയിച്ചു. എത്ര നാളായ പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു അല്ലെ. ഇത് എന്താണ് 200 പെർമനന്റ് ആയിട്ട്. ഹലോ, സന്തോഷം നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ കംപ്ലീറ്റ് പാക്കേജ് ഇതൊക്കെ നമുക്ക് കിട്ടുന്നു. ബേസിക് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ചില പ്രവർത്തനം ഇത്രയേ ഉള്ളൂ. എന്താണ് 100% നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങൾ തയ്യാറാണോ? പിന്നെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന്റെ ഇടയിൽ നടപടി തന്നാൽ എന്ത് ചെയ്യും, വീട്ടിൽ നടപടി തന്നു കഴിഞ്ഞാൽ പോയിട്ട് അവ ഉണ്ടാക്കുന്ന ഞാൻ മേടിച്ചില്ല. ഒരു സുപ്പ് മേടിച്ചു, 2 സുപ്പ് മേടിച്ചില്ല, അതിന് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഉപ്പ് മേടിച്ചിട്ട് ആസിന്റെ പുക കഴിച്ചിട്ട് ഈ പുക അവരെടുത്ത് വന്നു. അപ്പോ എന്താണ് 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കണം. ഒരു കോംപ്രമൈസ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെന്താണ് സെറ്റപ്പ് യുവർ ഹോം ഡിസ്പ്ലേ ബോർഡ്. വീട്ടിലൊരു ഡിസ്പ്ലേ ബോർഡ് സെറ്റ് ചെയ്യുക. അതോ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ സെറ്റ് ചെയ്യാത്ത ആളുകൾ അവരുടെ വീട്ടിലൊരു ഹോം ഷോപ്പ് എന്താണ് ഡിസ്പ്ലേ ബോർഡ് സെറ്റ് ചെയ്യുക. അതിലിപ്പോ ചിലവരുടെ ഡിസ്പ്ലേ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിലൊന്നും ഉണ്ടാവില്ല. വീണ്ടും ആ പത്ത് നായകർ കഴിയുന്നത് അതൊക്കെ മാറ്റണം. ആ ഡിസ്പ്ലേ ബോർഡ് നല്ല പ്രൊഡക്റ്റിന്റെ അലങ്കരിച്ചിട്ടുണ്ട്. 10 ഫോട്ടോ എടുക്കുന്നത് ഗ്രൂപ്പിലേക്ക് വിടും. എന്റെ വീട്ടിലത്തെ ഡിസ്പ്ലേ ബോർഡ് അടിപൊളി. തിരുവനന്തപുരത്തുള്ള 300 പേരും പുറത്ത് തീരുമാനമെടുത്തു. എന്ന് പറഞ്ഞു, നമ്മുടെ വീടുകളിൽ ഇനി എന്ത് ചെയ്യും, ഡിസ്പ്ലേ ബോർഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കും. അതിന്റെ പുതിയ വീടിന്റെ ഡിസ്പ്ലേ ബോർഡ് ഉദ്ഘാടനം ആര് ചെയ്തു? നമ്മുടെ ഗിരിസാറാണ് ഉദ്ഘാടനം ചെയ്തു. ഭംഗിയോടെ അലങ്കരിച്ച് വെച്ചിട്ട് അന്നവിടെ എന്റെ ടീമിലത്തെ സ്റ്റാറിന്റെ ലീഡേഴ്സ് എല്ലാവരും വന്നു. ആലപ്പുഴയിൽ നിന്ന് രേഖമേടെ പോയിട്ടേക്ക് അവരൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ നിർജീവമായിട്ട് ചില ഡിസ്പ്ലേ വാളുകൾ എടുക്കുന്നുണ്ട് ഞങ്ങളുടെ ടീമില്, ഞങ്ങളിലും അങ്ങനെ ചിലർക്ക് ഉണ്ട്, പക്ഷെ അതൊക്കെ ഞങ്ങളുടെ ജീവൻ നോക്കി എന്ന് പറഞ്ഞിട്ടാണ്. അതിന്റെ ഡിസ്പ്ലേ വാൾ ഉദ്ഘാടനം നടക്കുന്ന കേസ് വേണം അല്ലെ, മനസ്സിലായി? ഓക്കെ, അപ്പൊ ഡിസ്പ്ലേ വാൾ ചെയ്യാം. അതുപോലെ ഷോ ദ പ്രൊഡക്റ്റ്, പ്ലാൻ ആൻഡ് റീറ്റെയിൽ പ്രൊഡക്റ്റ് ഡെയിലി. ഷോ ദ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഇങ്ങനെ എന്ത് ഷോ ചെയ്യിക്കുക, പ്ലാൻ പറഞ്ഞു കൊടുക്കുക. ഷോ ദ പ്ലാൻ, റീറ്റെയിലിന്റെ കാര്യങ്ങൾ നമ്മൾ പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്തുകൊണ്ട് ഡെയിലി എല്ലാ ദിവസവും ചെയ്യാം. എല്ലാ ദിവസവും പ്ലാൻ പറയും. ഒരു 4 പേരോടെങ്കിലും എല്ലാ ദിവസവും പ്ലാൻ പറയും. ഓക്കെ, അതിനുശേഷം മസ്റ്റ് ബി ഇൻ എനി വൺ ക്ലബ്, ഏതെങ്കിലും ഒരു ക്ലബിൽ നമ്മളുണ്ടാവും. ഹലോ, നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ക്ലബിൽ നിന്ന് വിടരുത്. എന്തെങ്കിലും കുറെ ആൾക്കാരുണ്ട് 12 മാസം കഴിഞ്ഞു നിർത്തി, അങ്ങനെയാണോ? പിന്നെ 7 വർഷമായിട്ട് ഇന്ന് തന്നെ നിർത്തിയില്ലോ. ഈ 10 ഇടയിലുണ്ട്. ഹലോ, ഒരിക്കലും നമ്മള്
അപ്പൊ ഏതെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ സൂപ്പർ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് 12 മാസം എടുത്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും പൈസ ഒന്നുമില്ല, കടം മേടിച്ചിട്ട് ചെയ്തു. അപ്പൊ ഞാൻ ഇടയ്ക്ക് കൈ കഴിക്കുമ്പോൾ നോക്കണോ കൈ മാറ്റി പിടിക്കും. അന്ന് കൊറോണ നമുക്ക് പോകാൻ പറ്റില്ല. 75,000 രൂപ ആരാഴ്ച കമ്പനി സംസാരിച്ചു. അപ്പൊ ഈ ദിവസം 25,000 ആലോചിച്ചു കൊടുത്തു. ഏത് ഗോൾഡ്, ഏത് ഗോൾഡ്, മറ്റേ ഗോൾഡ്, അതിന്റെ അരച്ച് ചോദ്യം പരിപാടി. അപ്പൊ ഒരു ദിവസം ചോദ്യം 1.5 കൊല്ലം പൈസ ഇറക്കിയിട്ടുണ്ടോ 10 മടക്കി നമുക്ക് തിരിച്ചു. അതുകൊണ്ട് നിങ്ങളൊരു പ്രോഗ്രാമിൽ പോകുമ്പോൾ പൈസ കൊടുക്കണമെന്ന് ആലോചിച്ച് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ ടീമിലുള്ള ആളുകളെ കൊണ്ടുപോകുമ്പോൾ കുറച്ച് പൈസ ചെലവാകും, പേടിക്കണ്ട. ബെസ്റ്റ് അത് വരും, പേടിക്കണ്ട. 10 മടങ്ങ് അത് തിരിച്ചു. ഹലോ, 10 മടങ്ങ്. അപ്പോ ഏതെങ്കിലും ഒരു ക്ലബിൽ നമ്മളുണ്ടായിരുന്നു അറ്റൻഡ് ലിസൺ ഓൺലൈൻ ആസ്റ്റിംഗ് വീഡിയോ ഡെയിലി എല്ലാ ദിവസവും നമ്മൾ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഓൺലൈൻ മീറ്റിങ്ങുകൾ അതുപോലെ തന്നെ വീഡിയോ ഒക്കെ നമ്മൾ കേൾക്കാം. എനിക്ക് പോയത് റീൽസ് പോകും. ഹലോ, അപ്പോഴാണ് അവിടെ ദുരന്തം, ഇവിടെ ദുരന്തം, ഇവിടെ കെട്ടി മറന്നു വീഴും, അങ്ങനെ പോട്ടെ. നമ്മുടെ വീഡിയോസ് മാത്രം വരും. അതുപോലെ കുറെ ആളുകൾ പ്രൊഡക്റ്റിന്റെ ക്ലാസ്സുകളൊക്കെ ഒരുപാട് അപ്പൊ എന്താണ് പിന്നെ വിസിറ്റ് നിയർ ബൈ ആർട്ടിൻ ഷോപ്പ് നിങ്ങളുടെ ടീമുമായിട്ട് നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഷോപ്പുകളിൽ വിസിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അവിടെ നിന്ന് പോയിട്ട് വരാം. ഞാൻ ഇടയ്ക്ക് കൊണ്ടുപോയിലേക്ക് വരും, എന്റെ വീട്ടിൽ ടീമിലേക്ക് പോയി അടുത്ത ടീമിന്റെ അടുത്ത് പോയി വെറുതെ കിട്ടിയില്ല, എന്തെങ്കിലും ചെയ്തു ആളുകളോട് പോയിട്ട് ചെയ്യും. അപ്പോഴാണ് നമുക്ക് പൈസ പോകുക. അപ്പൊ ഇതെന്താണ്, ഗിവ് മോർ ഹോം മീറ്റിംഗ്സ്, മീറ്റിംഗ്, ഒരുപാട് ഹോം മീറ്റിംഗുകൾ അല്ലെ. എന്റെ ടീമിലുള്ള ഒരു വീട്ടിൽ ഹോം മീറ്റിംഗ് നടത്തിയ സമയത്താണ് അവർക്ക് ഹോം മീറ്റിംഗ് നടത്തുന്നത് അച്ഛനിഷ്ടമല്ല. അപ്പൊ അവരെന്ത് ചെയ്തു, ഇങ്ങനെ അച്ഛൻ ചിലപ്പോൾ ഹോം മീറ്റിംഗ് എടുത്ത് ഞാൻ അതിന്റെ പ്രൊഡക്റ്റിനെ പറ്റി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞ് ക്ലാസ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ മോള് ഇത്തിരി നേരം ഇപ്പത്തെ വീട്ടിലേക്ക് വരുമ്പോ ഞാൻ അവർക്ക് കണ്ടമാണ് ഷോപ്പ് ചെയ്തത്. പക്ഷെ ഈ നല്ല പ്രവർത്തനത്തിനാണ് അവൾ പോണെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അവിടെ നമ്മുടെ വീട്ടുകാർക്ക് മനസ്സിലാവും നമ്മൾ എവിടെ പോണെന്നുള്ളത്. അതുവരെ സംശയ ദൃഷ്ടിയോട് കൂടി നമുക്ക് നോക്കിയേക്കാം, കണ്ടേക്കാം. ആ വോമിറ്റിംഗ് വീട്ടിൽ നടത്തി കഴിഞ്ഞാൽ ആ കുടുംബങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ അവർ ഇതൊന്നും പറയുന്നത്. അത്രയും നന്മ പ്രസ്ഥാനത്തിലേക്കുള്ള ആരോഗ്യങ്ങളാണ് നമ്മളത്. അത്രയും നന്ദിയുള്ള ആളുകൾ, നന്ദിയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന പണിയാണ് ആര് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത്. അവിടെ കൊണ്ടൊരു വീട്ടിലേക്ക് ഉപയോഗിക്കാനായിട്ട് നിർബന്ധിച്ചു കൊടുത്താൽ കുടുംബം രക്ഷപ്പെട്ടില്ലേ? എത്ര കുട്ടികള് ആ ഹീമോഗ്ലോബിന്റെ അളവ് കൂടിയിട്ട് രക്ഷപ്പെടും. ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോയപ്പോ ഒരു പെൺകുട്ടിക്ക് 9ഓളം HP ലെവല് 9ഓളം. അപ്പൊ അവരോട് പറഞ്ഞപ്പോ ഇത് എടുക്കണ്ടാവും, ബ്ലഡ് എടുക്കണ്ടാവും. അപ്പൊ പലർക്കും അറിയില്ല. 12-14 ഇടയിൽ ആർക്കും അറിയുള്ളൂ, ആർക്കറിയുള്ളൂ, നമുക്കൊക്കെ അറിയുള്ളൂ. നമ്മളൊക്കെ പോകണം, നമ്മളൊക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് അത് എപ്പോഴും ഉണ്ടാവും. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന പ്രവർത്തനത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധ്യം ഞാൻ ചെയ്യുന്നത് കൊണ്ട് മറ്റു കുടുംബങ്ങൾ എത്ര രക്ഷപ്പെടും അല്ലെ? ശരിയല്ലേ? നമുക്ക് ഹോം മീറ്റിംഗ് ആൻഡ് അണ്ടർവേൾഡ് എക്വിപ്മെന്റ് മീറ്റിംഗുകൾ ഞങ്ങളുടെ ചെയ്യുന്ന പല മീറ്റിംഗുകൾ ഓഫീസ് ഷോപ്പുകളിലും മീറ്റിംഗുകൾ നടത്തുന്നു. അണ്ടർവേൾഡ് എക്വിപ്മെന്റ് മീറ്റിംഗ് നടക്കാറില്ല പല സ്ഥലത്തും. ടെർമിനേറ്റ് ഐഡിയസ് നമ്മളെ ടെർമിനേറ്റ് ആയിട്ട് കുറെ അറിയാണ്ട് പോയിട്ടുണ്ടല്ലോ. ഈ നന്മ അറിയാത്ത ആളുകൾ അവർക്കൊക്കെ ഈ നന്മ ആദ്യത്തെ ഓഫേഴ്സ് നമ്മൾ ടാസ്കുകളും ഓഫറുകളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എടുക്കുക. ചിലർക്ക് ഓഫറുകൾ വന്നിട്ടില്ലേ മെയിൽ അത് നമ്മൾ ചാടി വീട് ഞാൻ കണ്ടതിന് ചാടി 10,000 ഓഫർ എടുക്കുന്നത് അല്ലെ? അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് ഈ കൺസിസ്റ്റന്റ് ഫോർ നെക്സ്റ്റ്
1000 days എന്നാണ് 1000 ദിവസം നമ്മൾ എന്തായിട്ട് മാറുക? നമ്മള് തുടർച്ചയായിട്ട് എത്ര വർഷം? 3 വർഷം. 3 വർഷം നമ്മൾ ഇവിടെ ഇല്ല. എവിടെയാണ്? ഇവിടെ വരും. ഇതിനൊക്കെ ഇങ്ങോട്ട് വരുമോ എപ്പോഴും? അയ്യോ അറബിയെ ഞാൻ പോയിട്ട് വരാം എപ്പോഴും പറയാൻ പറ്റുമോ? 3 വർഷം നമ്മള് തുടർച്ചയായിട്ട് നമ്മൾ ഇവിടെ തന്നെ നിൽക്കുക, ചെയ്തുകൊണ്ടേയിരിക്കുക. അടുത്തെന്താണ് നോക്കൂ, നമ്മുടെ അവർ സഫയർ എത്ര മനോഹരമായിട്ടുള്ള ഒരു വീൽ ഓഫ് പവർ, വീൽ ഓഫ് മെൻ എന്നാണ് പറയുന്നത്. ഇതാണ് എപ്പോ നോക്കിയാലും എപ്പോ നോക്കിയാലും ഹരിസാറ് മേഡം, അതുപോലെ നമ്മുടെ റൂബിയൊക്കെ എടുത്ത് നോക്കിയാൽ നമ്മുടെ ഗിരി സാറും നമ്മുടെ പീരു സാറും മേഡം ജിഷ മേഡം ഒക്കെ ആയിട്ട് നല്ലൊരു കഴിഞ്ഞ് നമ്മുടെ അന്ന് നമ്മുടെ താങ്കൾ ടീച്ചർ ഞാൻ രണ്ടാമത്തെ മെസ്സേജ് അയച്ചു, മോനെ നീ വീണ്ടും വിളിക്കണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അപ്പൊ സജീവ് സാറിനെ അയച്ചു കൊടുത്തു, ഷൈബാബു വീണ്ടും വിളിക്കണം. സജീവ് സാറിന് എനിക്ക് അമ്മയെ സെല്ലുകൾ അയച്ചിരിക്കുക, അയച്ചോ വീണ്ടും വിളിക്കണം. ഞാൻ സജീവ് സാറിന് മെസ്സേജ് അയച്ചു, സാറേ സാറ് വിളിക്കുന്നതായതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. സാറ് വിളിക്കുന്നതായതുകൊണ്ടാണ് നമ്മുടെ ലീഡേഴ്സ് പവർ ആയതുകൊണ്ടാണ് നമ്മൾ പോയത്. ശരിയല്ലേ? ഇവരൊക്കെ പവറാ. രാജ് സാറ്, അർജുൻ സാറ്, നമ്മുടെ എന്താണ് സജീവ് കുമാർ സാറ്, സ്റ്റാർ ഓണറാണ്. പവറല്ലേ? പവറാണോ? പവർ കണ്ടിട്ടാണ് കത്തിച്ചു ചോദിക്കാൻ വേണ്ടി നോക്കൂ. എന്താണ്? താങ്ക് യു ഫോർ ലിസണിംഗ് ലൈക്ക് ഡയമണ്ട്. ഒരു വജ്രത്തെ പോലെ നിങ്ങളെ കേട്ടതിന് താങ്ക് യു. മാസം തികയാതെ പ്രസവിച്ചത് കൊണ്ട് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങള് കിഡ്സ് നമ്മുടെ സജീവ് കുമാർ സാർ തന്നിട്ട് പറഞ്ഞത് കുട്ടികൾക്ക് കൊടുത്തു നോക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ കൊടുക്കോ? അതായത് തന്നെ എന്തെങ്കിലും കഴിഞ്ഞ് കൊടുക്കോ? ഇല്ല. ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ നിർബന്ധിച്ചു ഒരു കുട്ടികളെ സമഗ്രമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ട എല്ലാ പോഷകങ്ങളുടെയും അതിലെടുത്ത് മോനെ ഏതൊന്നും കൊടുക്ക്, അവർക്ക് പോഷകങ്ങളും നിങ്ങളിവിടെ തന്നെയാണോ? വീട്ടിൽ പോയി ആ ക്ലാസ്സിൽ എനിക്ക് തോന്നി എന്റെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് തോന്നി. സജീവ് കുമാർ സാർ എന്നോട് പറഞ്ഞു എല്ലാ പ്രോഗ്രാമും വായിക്കും. അങ്ങനെ പറഞ്ഞ് ചിലതൊക്കെ പഠിച്ചു. ഇന്ന് ഞാൻ ജീവിതത്തിൽ സ്വപ്നം കാണാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്റെ ജീവിതം മാറി മറിച്ചു. അങ്ങനെ മാറി മറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകും. ലീഡേഴ്സ് എനിക്ക് എന്റെ ജീവിതം മാറി മറിയണം അല്ലെ? അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ഈ ഒരു 5000 GB ഒക്കെ ചെയ്ത് നമ്മളിവിടെ വന്നിരിക്കുന്നത് ശരിയല്ലേ? അപ്പോ ആ കുട്ടികൾക്ക് തിരിച്ചു കൊടുത്തതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ ഒരു മാസം 4 പ്രാവശ്യങ്ങൾ കൊണ്ടുപോകും. ആ കിഡ്സ് കൊടുത്തതിന് ശേഷം അതിന്റെ 3 പ്രാവശ്യമായി, അത് 2 പ്രാവശ്യമായി, ഇത് 1 പ്രാവശ്യം കൊണ്ടുപോകും. ഇന്ന് 7.5 വർഷങ്ങളായിട്ട് നോ ഹോസ്പിറ്റൽ, നോ ഡോക്ടർ, നോ മെഡിക്കൽ. ഞാൻ പറഞ്ഞില്ല, ഞാൻ നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. സത്യത്തിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അനുഭവിച്ച് ചർച്ച ചെയ്യാം. നിങ്ങൾ റെഡിയാണോ? റെഡിയാണോ? ഒരു വലിയൊരു രീതിയിലൊന്നും നിങ്ങൾ ക്ലാസ് കേൾക്കരുത് അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്കിലോട്ട് ഒരു എന്താ പറയാ നമ്മളിങ്ങനെ ബലം പിടിച്ചിരിക്കുന്ന ആവശ്യമില്ല. ഞാൻ സംഭവിച്ചു അല്ലെ? എന്താണ് ഞാൻ സംഭവിച്ചത്? ആ ശരിക്ക് വന്നു, അത് വളരെ യാദൃശ്ചികമായിട്ട് വന്നു. വന്നപ്പോ ഞാൻ കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോ അതെടുത്ത് കഴിക്കാൻ തുടങ്ങി. കുറച്ച് ടാർഗറ്റുകൾ കണ്ടു, അതെടുത്ത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്തപ്പോ എനിക്ക് കുറച്ച് ബെനിഫിറ്റുകളുണ്ടായി. ശരിക്കും ഒരു 9 മാസം കൊണ്ട് സ്റ്റാർ ലഭിക്കുവായിരുന്നു. 9 മാസം ഒരു 18 മാസമായിട്ട് ഞാൻ സ്റ്റാർ ബാറ്റിനെ ചോറായിട്ട് മാറി. സ്റ്റാർ ബാറ്റ് 18 മാസം കൊണ്ട് 15,000 നിന്ന് 50,000 രൂപ വരുന്നുണ്ട്. 30 മാസം കൊണ്ട് ഫെയിലായി. ഏകദേശം 18 മാസമായപ്പോ ഓട്ടോറിക്ഷ ഇല്ലാത്ത വീട്ടുകൾ 9 ലക്ഷത്തിന് കാർ മേടിച്ചു. വളരെ കൊല്ലങ്ങളോളം നടക്കാത്ത കാര്യങ്ങളുമുണ്ട്. കൊല്ലങ്ങളോളം നടക്കാത്ത കാര്യങ്ങൾ ചിലതെല്ലാം ആഴ്ചകൾക്കുള്ളിൽ നടക്കുന്ന സമയമുണ്ട്. ആ സമയത്തിന്റെ പേരാണ് ആർസിഎം. ആരുടെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നത് അതിനാണ് പ്രസക്തി. നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു എന്നുള്ളത്. അതിനുശേഷം ഇന്ന് ഈ 7 വർഷം കഴിഞ്ഞപ്പോ ഒരു 9.5 സെന്റ് സ്ഥലവും 3 ബെഡ്റൂം വീട് മേടിച്ചിട്ട് മാർച്ച് 1-ാം തീയതി
സാധാരണക്കാരനല്ലേ, ഞാനൊരു സാധാരണക്കാരനല്ലേ. എന്റെ കൂടെ ഉള്ള അവര് പറഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അവര് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നുണ്ടെന്നറിയോ. പലരും വാടകകളില്ല. പക്ഷെ എനിക്ക് നിങ്ങൾ വീട് സ്വന്തമാക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതെന്റെ ലീഡേഴ്സിനോടും എന്നെ നിർബന്ധിച്ചു. നിങ്ങൾ പുറത്തൊന്നും പറയരുത്, സജീഷ് സാർ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു. എനിക്ക് ദേഷ്യമുണ്ട്. ഞാൻ മൊബൈലൊക്കെ എടുത്ത് വലിച്ചെടുത്ത സമയങ്ങളുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു ആരാധ്യ പുരുഷനാണ്. അതെന്താണ്, ഏകദേശം ഒരു മാസം 1 ലക്ഷം രൂപ വരുമാനം വരുന്നുണ്ട്. എന്റെ ഈ കഴിഞ്ഞതിന്റെ മുന്നേറ്റ മാസം തന്ന വരുമാനം 1,23,000 രൂപ എന്റെ ബാങ്കിൽ കുടിക്കുന്നു. കുട്ടികളിയല്ല, അതാദ്യം നമ്മൾ മനസ്സിലാക്കി. ആസിന്റെ ക്ലാസ്സിന് വേണ്ടി നിർബന്ധിച്ച് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ ലീഡേഴ്സിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു കൈകെട്ടു. ഈ കൈകെട്ടോ സാധാരണക്കാരനെ ഇങ്ങനെ വളർത്താമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കുട്ടികളൊക്കെ എഴുതുന്നത് അടിപൊളി കേട്ടില്ല, സൂപ്പറായിട്ട് എഴുതുന്നു. ഞാൻ കാറിൽ സഞ്ചരിക്കുന്നു, വീട്ടിൽ ചെന്നാൽ എ സി ഉണ്ട്, കാറിലും എ സി ഉണ്ട്. കുഴപ്പമില്ല, നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത പ്രാവശ്യം പറ്റില്ല പറഞ്ഞോളൂ. എ സി വളരെ എന്തായാലും നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ എന്താണ് ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ മാർക്കറ്റില് തുല്യ ഉപയോഗം സാധ്യമാകുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുന്ന ഒരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് RCM എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്ന നമ്മുടെ ജയശ്രീ മാഡം സ്കൂൾ പ്രോഗ്രാമിൽ പറഞ്ഞിരുന്നു. സമ്മർ കൂൾ നല്ലതായിരുന്നു, കഴിക്കായിരുന്നു, എത്രയും ഉപയോഗിക്കാറുണ്ട്, എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. എന്റെ വീട്ടിൽ ഫുള്ള് തന്നെ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പോഴും ഏകദേശം ഒരു 5-8 വീട്ടിലിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് പോവാ ഞാനിപ്പോഴും എത്ര പേരുന്നു എന്താണ് 100ാമത്തെ വയസ്സിലും 5 കിലോമീറ്റർ ഓടി വന്നിട്ട് വേണം ആ കേക്ക് കുടിക്കാനായിട്ട്. അതിവിടെ നമുക്ക് ആരോഗ്യം നമ്മുടെ കയ്യിൽ വേണം അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലബിന്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. എന്തായാലും എന്റെ ജീവിതത്തിലും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ലൊരു മീഡിയമാണ് RCM. കാരണം ഇതൊരു വലിയ കൂട്ടായ്മയുടെ ഭാഗം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വിജയിക്കാൻ കഴിയുമെന്ന്? എത്ര ആളുകൾ കുറച്ച് വിശ്വസിക്കുന്നുണ്ട് വിജയിക്കാൻ കഴിയും? എന്നെ പോലെ സാധാരണ പ്രൊഫഷൻകാർക്ക് അങ്ങനെ വിജയിക്കാമെന്നുണ്ടെങ്കിൽ വിജയിക്കുന്ന എത്ര പേർക്ക് അറിവും ആ ഒരു പവറൊക്കെ ആകുന്നുണ്ട്. നമ്മളൊന്നും അറിവിന്റെ അടിസ്ഥാനത്തിൽ വന്നതല്ല. ഇവിടെ ജയശ്രീ മേഡം പറഞ്ഞ ഡിഗ്രി ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഡിഗ്രി ഒന്നും പഠിച്ചില്ല, ഞാൻ പ്രീ-ഡിഗ്രി പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അതിന്റെ സ്കൂളിൽ ആ കോളേജിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10 മണിക്ക് ഞാൻ എത്തിയിട്ടില്ല, 4 മണിക്ക് അതിന് മുമ്പ് ഞാൻ പോന്നിട്ടുണ്ട്. ഉച്ചവരെയൊക്കെ ക്ലാസ് കേട്ടിട്ടുള്ളൂ. പക്ഷെ എന്നാലും RCM വന്നപ്പോ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ ഉണ്ടാകുമ്പോൾ അത് പഠിച്ചു. അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ചെയ്തു. അങ്ങനെ പതിയെ പതിയെ ആ ലെവലിലേക്ക് എമറാൾഡായിരുന്നു. ഒരു സാധാരണക്കാരൻ എന്തായി മാറി എമറാൾഡ്. എത്ര പേര് എമറാൾഡ് ആഗ്രഹിക്കുന്നുണ്ട്? എമറാൾഡ് ആഗ്രഹിക്കുന്നുണ്ട്. വെറുതെ ഒന്ന് പറയാൻ പറ്റും എമറാൾഡ് എങ്ങനെ പറയുന്നത്? എനിക്കറിയാം സൂത്രം. അത് ഞാൻ ബാക്കിൽ ചെന്നിരുന്നത് ഇഷ്ടപ്പെട്ട് എനിക്ക് പോകാമെന്ന് വെച്ചിട്ടാണ് നിങ്ങൾ അവർക്ക് ചെന്നിരുന്നത്. ഒന്നുകൂടെ പറഞ്ഞേ, ഇതെന്നെ പഠിച്ച എന്റെ ഗ്രേറ്റ് ലീഡർ, എന്റെ മെന്റർ ഗിരി സാറാണ്. എന്റെ ശബ്ദം കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ ആ വേദിയിൽ നല്ല ശബ്ദം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞതാണ്. ഹലോ, ആ വേദിയിൽ നല്ല ശബ്ദം ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞതാണ്. ഞാൻ ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ എന്തായാലും മാറാം കേട്ടിട്ടുണ്ടാവും. ഞാൻ അതിന്റെ ഇടയിൽ പറഞ്ഞില്ല. അപ്പൊ അവർക്കൊരു ചാൻസ് എന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് നമുക്ക് എന്തായിട്ട് മാറണം. 1 ലക്ഷം രൂപ
വരുമാനം മേടിക്കുന്ന ഒരാളായിട്ട് നമുക്ക് മാറണം. ആര് റെഡി? ഉറപ്പ് പറയാൻ പറ്റുമോ? കൈയിൽ നിന്ന് നീട്ടി പിടിച്ചിട്ട് ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. റെഡി? അപ്പൊ നമുക്ക് നോക്കാം. ആസിയം അഭിയാൻ ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ. ആസിയന്റെ അഭിയാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബിസിനസ് പറയാൻ പാടില്ല എന്നാണ് നമ്മുടെ DCP നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി അല്ലേ? അപ്പൊ നോക്കുക, നമുക്കതിന്റെ ബേസിക് ആയിട്ടുള്ള ടൈപ്സ് നോക്കാം. ആസിയമില് എന്തുണ്ട്? MRP ഉണ്ടല്ലോ അല്ലെ? MRP ഉണ്ട്, മാക്സിമം റീറ്റെയിൽ പ്രൈസ്, അതുകൂടാതെ DP ഡിസ്കൗണ്ട്, അസോസിയേറ്റ് ബൈസ് പ്രൈസ്, അതുപോലെ PV ഉണ്ട്. കുറച്ച് നേരത്തെ നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും നമുക്ക് PV കുറിച്ച് പറഞ്ഞു തന്നു. നമുക്ക് എന്താ വേണ്ടത്? PV വേണ്ടത്. റേഷൻ കാർഡിൽ അരി കഴിക്കാൻ പോകുമ്പോൾ എന്താ വേണ്ടത്? റേഷൻ കാർഡിൽ പേരുണ്ടോ അല്ലെ? അങ്ങനല്ലേ ചോദിക്കാം. ആസിയമിൽ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ID നമ്പറിന്റെ അടിയിൽ എന്തുണ്ടോ? എന്തുണ്ടോ? PV ഉണ്ടോ? PV ജനറേഷൻ ചെയ്തിട്ടുണ്ടോ? എന്നെങ്കിൽ നമുക്ക് പൈസ കിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയാണ് PV ജനറേഷൻ ചെയ്യുന്നത്? അതൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, PV. അതേപോലെ തന്നെ നമുക്കൊന്ന് നോക്കാം. ഹെൽത്ത് കാർഡ് വഴി എത്ര പുതിയ ആളുകൾ ഇരിക്കുന്നുണ്ട്? പുതിയ ആളുകൾ ആദ്യമായിട്ട് 5000 PV ചെയ്തു വന്നിട്ട് ആളുകൾ ഇല്ല. ഓക്കെ, കുറച്ച് ആളുകളൊക്കെ നമുക്ക് നമ്മുടെ നവോദയരായിട്ടുള്ള 5000 PV ചെയ്യുന്ന ഡയമണ്ട് ക്ലബ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഒരു വെൽക്കം ചെയ്തൂടെ? ഞാൻ ചെന്നിരുന്നിട്ടുണ്ട്, എന്നെ വെൽക്കം ചെയ്തിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് വെൽക്കം ചെയ്തത്. വെൽക്കം ഒരാളോട് സ്നേഹത്തോട് കൂടി നീ കടന്നു വെള്ളം പോയല്ലോ, ഏതെങ്കിലും കുറച്ചുകാരുടെ അങ്ങനെ ആരെങ്കിലും പറയും കടന്നു അത് പറയോ? ഇല്ല. പലതും എത്രയോ സ്ഥലത്ത് നമുക്ക് തിരുവനന്തപുരത്തായിക്കോട്ടെ, കോഴിക്കോടായിക്കോട്ടെ, പല സ്ഥലങ്ങളിൽ പോയിട്ട് ഒക്കെയും കൊന്നാടെയൊക്കെ അടുത്ത് എനിക്ക് ഇന്ന് തോന്നുന്നു ആ അലമാരയില് ഒരു 10-15 എന്തിരിക്കുന്നുണ്ട്? കൊന്നാടെ ഇരിക്കുന്നുണ്ട്. അത് കിട്ടിയതാ? അത് കിട്ടിയതാ? എനിക്ക് കിട്ടിയതാ. കാരണം എന്തുകൊണ്ടാണ്? ആ സിസ്റ്റം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിലൂടെ തന്നെ ഞാൻ യാത്ര ചെയ്യും. നിങ്ങൾ തയ്യാറാവണം, തയ്യാറാവണം. കാരണം പണ്ടൊരിക്കല് ഒരു എന്താ പറയാ, ഒരു ഉറുമ്പിലൊരു മോഹം എവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് പൂനെയിൽ നിന്ന് എവിടേക്കാണ്? ബോംബെയിലേക്ക് പോകാൻ ഒരു ഉറുമ്പിനെ ആക്കുന്നത്. ഉറുമ്പെന്തെയും പതുക്കെ നടക്കൂലേ? നടന്ന് 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 എവിടേക്ക് എത്തും? ബോംബെയിലെത്തോ? പൂനെയിൽ നടന്നു കഴിഞ്ഞാൽ കാലം പിടിക്കും അല്ലെ? എത്ര നാള് വേണ്ടി വരും ആ ഒരു ഉറുമ്പിനെ ആ പൂനെയിൽ ബോംബെയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്? അതിന്റെ പരമ്പരകൾ വന്ന് പിന്നെയും നടന്ന്, പിന്നെയും പരമ്പരകൾ വന്ന്, പിന്നെ നടന്ന് സാറേ ഈ എത്താതെ നടക്കണം അല്ലെ? പക്ഷെ ഉറുമ്പിനൊരു സിസ്റ്റം, ഒരു ഐഡിയ തോന്നി. എന്താ ഐഡിയ? ആ ബോംബെയിൽ പോകുന്ന ഒരാളുടെ പോക്കറ്റിൽ കഴിച്ചു പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു ദിവസം മതി എവിടെ എത്താൻ? പൂനെന്ന് ബോംബെയിലേക്ക് എത്താൻ. അതാണ് സിസ്റ്റം. അത് റെഡി? പൈസ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് ആര് വന്നിരിക്കുന്നത്? നമ്മൾ വന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് നമുക്കതിലൂടെ വളർന്നു വലുതാവാനായിട്ട് പറ്റാത്തത്. പിന്നെ കുറച്ചൊക്കെ മടി, അത് നമ്മുടെ കയ്യിലുള്ളതാണല്ലോ. എന്റെ കയ്യിൽ മടിയുണ്ട്, എറണാകുളത്തെ എനിക്ക് മടിയുണ്ട്. പക്ഷെ സജീവ് സാറ് ചെയ്യിച്ചു അപ്പോഴാണ് മനസ്സിലാവുക ചെയ്തോളാം. അപ്പൊ നോക്കൂ, നമ്മളിവിടെ എന്തുണ്ട്? MRP ഉണ്ട് 262 രൂപ MRP നമ്മൾ ഓയിലുണ്ടെങ്കിൽ അതിന്റെ DP പ്രൈസ് എത്രയാണ്? 213. 79 എന്തുണ്ട്? ഇതിന് PV 79 PV ഉണ്ട്. നോക്കൂ, 45% PV ഡിസ്ട്രിബ്യൂട്ടഡ് ടു അസോസിയേറ്റ്. അസോസിയേറ്റ് പ്ലെയർക്ക് എത്ര കിട്ടുന്നുണ്ട്? 45% നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമ്മുടെ PV കമ്മീഷൻ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ ആലോചിച്ച് നോക്കൂ, 45%. ഈ കാര്യങ്ങളെല്ലാതും നമ്മൾ പതിയെ എഴുതി. എന്നിട്ട് എഴുതിക്കാൻ പറഞ്ഞേ, ഞാൻ എല്ലാ പ്രോഗ്രാമിലും പോകുമ്പോഴും ഞാൻ എല്ലാതും നോട്ട് ചെയ്തു. കാരണം എന്താണ്? അത് നമ്മൾ പഠിച്ച് നമ്മൾ വിചാരിക്കും നമ്മുടെ ടീമിൽ ഇപ്പോ ആരുമില്ലല്ലോ, നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി സാർ. നമ്മൾ ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ മുകളിലുള്ള കുറെ ലീഡേഴ്സ് പ്രവർത്തന സജ്ജമായിരിക്കുന്ന ആളുകളാണ്. ആ ആളുകൾ മുഴുവനും പ്രവർത്തിക്കുന്നതിലൂടെ നമ്മളറിയാതെ നമ്മുടെ ടീമിലെ ആളുകൾ എന്താവും? വരാൻ തുടങ്ങും അല്ലേ? ഇന്നലെ ഞാനൊരു ക്ലാസ്സിൽ ഒരു ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി നിങ്ങൾ ജോയിനിങ് അപ്പോഴാണ് പറഞ്ഞത് ഇവരുടെ അടിയിൽ കുറെ ആളുകൾ ജോയിനിങ് അവർക്ക് പോലും അറിയില്ല. അവർക്ക് പോലും അറിയാത്ത ആളുകൾ ഉപ്പും മുളകും മല്ലിയും മഞ്ഞളും സോപ്പും കൂടെ മേടിച്ച് കഴിഞ്ഞാൽ അവർ ബാങ്കിൽ പോയി പൈസ
പൈസ വരുന്ന സംവിധാനമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോഴാണ് മനസ്സിലായത് എന്റെ ടീമിൽ ഇത്ര ബിസിനസ്സോ. ഒരു സാധാരണ ഓട്ടോറിക്ഷക്കാരനായിട്ട് വന്നിട്ട് ഇന്ന് 1,40,00,000 രൂപയുടെ സാധനങ്ങൾ വിറ്റഴിഞ്ഞ ഒരു ടീമിന്റെ ലീഡറാണ് ഞാൻ. 1,40,00,000. ആ 1 കോടി രൂപയുടെ സാധനങ്ങളൊക്കെ വിറ്റഴിയണമെങ്കിൽ എത്ര ഞാൻ കിടന്നിട്ട് ചക്ര ശ്വാസം വലിക്കണം സാർ? എത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം? ഓഫീസ് ഉണ്ടാവണ്ടേ? സ്റ്റാഫിന് പൈസ കൊടുക്കണ്ടേ? സ്റ്റാഫ് ഉണ്ടാവില്ലേ? കറണ്ട് ചാർജ് കളിക്കണ്ടേ? ഇല്ലേ? എത്ര പൈസ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം? എനിക്ക് വല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? കാലത്ത് ഒരു ബാഗ് കൊടുത്തത് ഓടിട്ട് ഞാൻ പല സ്ഥലങ്ങളിൽ ക്ലാസ് കൊടുക്കാൻ നിങ്ങൾക്ക് തയ്യാറാണ്? സിമ്പിളായിട്ട് ജീവിതത്തിൽ നമുക്ക് ജയിക്കാനായിട്ട് നോക്കൂ. 45% നമുക്ക് എങ്ങനെ മേടിച്ചെടുക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. പെർഫോമൻസ് ബോണസ് എത്ര ശതമാനം? 2% മുതൽ 22% വരെ പെർഫോമൻസ് ബോണസ്. അതുപോലെ 8% റോയൽറ്റി. ടെക്നിക്കൽ ബോണസ് എത്രയാണ്? 5%. വൈറ്റൽ ഗ്രോത്ത് ബോണസ്, റോയൽറ്റി ഗ്രോത്ത് ബോണസ്, ടെക്നിക്കൽ ഗ്രോത്ത് ബോണസ് അടക്കം 2%. അതിന് മുകളിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തുണ്ട് പറഞ്ഞിട്ടുള്ളത്? അത് കാണാനില്ലല്ലോ. ഫ്രീ പ്രൊഡക്റ്റും ക്യാഷ് റിവാർഡുകളും ഒക്കെ ഉണ്ടാവും. എത്ര ശതമാനം ഉണ്ട്? എത്ര ശതമാനം? കേട്ടില്ല. ചിലരൊന്നും പറഞ്ഞില്ല കേട്ടോ. ചിലർക്കൊന്നും അറിയില്ല. ഇതൊക്കെ നമ്മൾ എഴുതി വെക്കണം. അവർ ചോദിക്കും എത്ര പെർസെന്റേജ് നമുക്ക് കമ്പനിയുടെ ലാഭത്തിന് കിട്ടും. എത്ര പെർസെന്റേജ് കിട്ടുന്നുണ്ട്? ടോട്ടൽ 45%. ഹലോ, എന്റെ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും 1,00,000 രൂപ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. നിങ്ങൾ തയ്യാറാണോ? ഹലോ, ഈ ഇരിപ്പൊന്നും അതിന് ശരിയാവില്ല. ഈ ഇരിപ്പൊന്നുകളിലൊന്നും 1,00,000 രൂപ വരുമാനം മേടിക്കാൻ പറ്റുന്നില്ല. കോസ്റ്റുകൾ എന്ത് വേണം? ഒരു പവർ വേണം. പവർ. അതുകൊണ്ടാണ് ആ മൈക്കിനാണ്ട് അല്ല ആ ബോക്സ് അങ്ങ് തിരിച്ചിട്ടുള്ളത്. ആ ജയിച്ചു കൂടുതൽ ഇതാണ് ആ ശബ്ദവും ആ ഒരു എനർജി. ആ 45% നമുക്ക് എന്ത് ചെയ്യണം? മേടിച്ചെടുക്കണം. നോക്കൂ, നമുക്ക് എത്ര ടൈപ്സിന്റെ ഇൻകം ഉണ്ട്? അവർ ചോദിക്കും എത്ര തരം വരുമാനം ഉണ്ട്? പുറത്തുള്ള ആളുകൾ ചോദിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടേ. ഹലോ, നോക്കൂ, ഇൻകം ഫ്രം സെൽഫ് യൂസിലൂടെ വരുമാനം കിട്ടുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ്? വീട്ടിലേക്ക് സാധനങ്ങൾ മേടിച്ചാൽ പോലും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വരുമാനം കിട്ടുന്നുണ്ട്. പല ആളുകൾക്ക് അറിയില്ല വീട്ടിലേക്ക് മേടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരുമാനം കിട്ടുന്നത്. ഞാൻ പറഞ്ഞുതരാം. അടുത്ത ഒരു വരുമാനം ഇൻകം ഫ്രം റീറ്റെയിൽ സെയിൽസിലൂടെ. സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻകം ഫ്രം കൺസിസ്റ്റൻസി പർച്ചേസ്. തുടർച്ചയായിട്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വരുമാനം കിട്ടുന്നുണ്ട്. അടുത്ത ഇൻകം എന്താണ്? ഇൻകം ഫ്രം ആർസിഎം ഔട്ട്ലെറ്റ്. അണ്ടർവെയ്ഡ് ടിപ്പുകളും അണ്ടർവെയ്ഡുകളും കിട്ടി കഴിഞ്ഞാൽ അതിന്റെ വേറെ വരുമാനം. അപ്പൊ ചോദിക്കും അത് സെയിൽ ചെയ്താലല്ലേ വരുമാനമുള്ളൂ? അല്ല, അണ്ടർവെയ്ഡിന്റേതായിട്ടുള്ള വരുമാനങ്ങൾ വേറെ ഉണ്ട്. ഓരോന്നും സെപ്പറേഷൻ ആണ്. ഓരോന്നാണ്. അത് എല്ലാം ഒരു വരുമാനമല്ല. ഇൻകം ഫ്രം ഓൾ ഇന്ത്യ കമ്പനി ടേൺ ഓവർ. നമുക്ക് ബോണസ് കിട്ടുന്നില്ലേ? ഓൾ ഇന്ത്യയിലെ കമ്പനിയുടെ ടേൺ ഓവറിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? പൈസ കിട്ടുന്നുണ്ട്. അതുകൂടാതെ എന്ത് കിട്ടുന്നുണ്ട്? ഇൻകം ഫ്രം ടീം ബിൽഡിംഗ്, നെറ്റ്വർക്കിംഗ്. എന്താണ്? പാസീവ് ഇൻകം. പാസീവ് ഇൻകം കിട്ടുന്നു. ഈ തരത്തിലുള്ള എത്ര വരുമാനം കിട്ടുന്നുണ്ട്? 6 ടൈപ്പ് ഓഫ് ഇൻകം നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ നോക്കൂ, സെൽഫ് യൂസിലൂടെ നമുക്ക് എങ്ങനെ വരുമാനം കിട്ടുക? മറ്റുള്ളവർക്ക് നമുക്കറിയാം, പക്ഷെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ടീം ചിലത് വളരാത്തത്, ചിലരുടെ ടീം വളരാത്തത്. പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, നമുക്കറിയാം. പക്ഷെ അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ നമ്മൾ പറയുന്നത് എന്ത്? നമ്മൾ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അറിവുണ്ടായാൽ പോരാ, അത് പറഞ്ഞു കൊടുക്കാനുള്ള എന്നുകൂടി ഉണ്ടാവണം. ഹലോ, കഴിവുണ്ടാവണം. അത് ചില ആളുകൾക്ക് കുറച്ച് നേരം സംസാരിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാ? ആ സംസാരിക്കാനുള്ള സ്കിൽ ഉണ്ടാവുന്നില്ല. പ്രോഗ്രാം പങ്കെടുക്കും. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലേ? നിങ്ങൾ പ്രോഗ്രാമിൽ പങ്കെടുക്കും. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യും? പ്രോഗ്രാമിൽ പങ്കെടുക്കും. പറഞ്ഞു കൊടുക്കണം. ഇത് എഴുതി കാണിച്ചു കൊടുക്കേണ്ടതാണ്. ഇൻകം നമുക്ക് ചക്കി പിടിച്ചാട്ട 5 കിലോ മാർക്കറ്റ് റേറ്റ് 410 രൂപ. ഇവിടെ നോക്കൂ, നമ്മുടെ MRP റേറ്റ് എത്രയാണ്? 331. കണ്ണു തുറന്ന് കാണണം ഈ കാഴ്ചകൾ. ക്ലാസ്സിന് പോയിരുന്നാൽ പോരാ, ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഞാൻ എന്നെയാണ് നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൽ പോകുന്നത്. അതിന്റെ ഉത്തരവാദിത്വം കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക്
ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ടീം പറയും. നമ്മുടെ ശക്തിയുള്ള ആളുകൾ പോയി പറയും. പോയിച്ചെന്ന് പറഞ്ഞെടുക്കണം. ഇന്നലെ ഞാൻ എന്റെ ഏറ്റവും ടീമിലുള്ള ശക്തിയുള്ള ഒരാളെടുത്ത് പോയിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത്. 1/2 മണിക്കൂർ ഞാൻ അവിടെ നിന്ന് സംസാരിച്ചു. എന്താ എന്റെ ടീമിലെ ലീഡർമാർക്ക് അറിയുന്നതല്ല. പക്ഷെ ഞാൻ ചെയ്യേണ്ടത് ആര് ചെയ്യണം? ഞാൻ തന്നെ ചെയ്യണം. ഹലോ, നല്ലൊരു കേൾക്കാൻ പറ്റുമോ? ഈ സബ്ജക്റ്റില് എനിക്ക് തന്ന ടൈം ലേറ്റ് ആയിട്ടാണ്. ഇപ്പൊ തന്നെ മുസാർ വിളിച്ച് പറഞ്ഞത് 8 മണിക്കൂർ വരെ ക്ലാസ്. ഹലോ, കുറച്ചു നേരത്തെ പന്നാടൊക്കെ തന്ന ആളുകളായിരിക്കും കുറച്ച് കഴിഞ്ഞാല് എന്തായിരുന്നു സ്നേഹം നിങ്ങളൊക്കെ പൊന്നാടൊക്കെ തരുമ്പോ കുറച്ച് കഴിയുമ്പോ പേടിയല്ല ഉണ്ടാവില്ല. ഏകദേശം 4 പേരുണ്ടാവും. 8 മണി വരെ ഞാൻ ക്ലാസ് കേൾക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് കാണുന്നത്. ഒരു നല്ലൊരു കഴിയുന്നത് എന്റെ കൂടെ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്താനല്ലേ കേൾക്കാൻ ഞാൻ തയ്യാറാണ് സാറേ എന്നാണ് പറഞ്ഞു. അല്ലേ, അങ്ങനെ തയ്യാറായ വ്യക്തി എന്തെങ്കിലും ക്ലാസ്സിന്റെ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് കടം മേടിച്ചും സാധാരണ ഒരു ഓട്ടോറിക്ഷക്കാരുടെ ജീവിതത്തിൽ എന്നൊരാളുവരെ ആവണം എന്നുണ്ടെങ്കിൽ എന്തോരം സഹിച്ചിട്ടുണ്ടായിരുന്നു. പലരും വിട്ട് ഓടിയിട്ടുണ്ടാവും. ഞാൻ ഓടാനൊന്നുമില്ല. ഞാൻ അതിന്റെ കൂടെ പിടിച്ചു നിന്നു. നിങ്ങൾ തയ്യാറാണോ അങ്ങനെ കൂടെ നിൽക്കാൻ? നെവർ ഗിവ് അപ്പ്. വിട്ടുപോകരുത്. ലക്ഷ്യത്തിലെത്തുന്നത് വരെ എന്ത് ചെയ്യണം? അതിന് കൂടെ നിൽക്കണം. ലക്ഷ്യം, ആ ലക്ഷ്യം നിങ്ങൾക്ക് എന്ത് ലക്ഷ്യമാണോ നിങ്ങൾക്ക് ഈ ജീവിതത്തിലുള്ളത് അതെല്ലാം നേടിത്തരാൻ ആദ്യം തയ്യാറാണ്. ഞാൻ എന്റെ അനുഭവം ക്ലാസ് കേൾക്കുന്ന രീതിയിലൊന്നും നിന്നിരിക്കരുത്. ഇതൊരു ക്ലാസ് അല്ല, ഇതൊരു അനുഭവമാണ്. ഒരു സാധാരണക്കാരുടെ അനുഭവം. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പലതും നേടിയെടുക്കാൻ പറ്റും. പലതും. നിങ്ങൾ എന്റെ വീഡിയോ ഫേസ്ബുക്കിൽ പോയിട്ട് എന്റെ വീഡിയോ ഒന്ന് കാണണം. ഞാൻ എത്ര സന്തോഷമാണെന്നറിയും. എത്ര സന്തോഷമാണെന്നറിയും. വീടൊന്നും ഉണ്ടായിരുന്നില്ല. വാടകയ്ക്ക് വേണ്ടി എന്റെ മക്കള് 8 സ്കൂളുകളിൽ പഠിച്ചു. 8 സ്കൂളുകളിൽ. ഇന്ന് എന്റെ വീട്ടിലെടുത്ത് ഒരു സ്കൂളിൽ നീക്കി അവരെ അധികമാണ് ചേർക്കാൻ പോകും. ഇനി ഓടുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കി. ചെലവുകൾ കൂടി ബുദ്ധിമുട്ടിലേക്ക് തന്നെയല്ലേ സുഹൃത്തുക്കൾ നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്? നല്ല രീതിയിലൂടെയാണോ കാര്യങ്ങൾ വഹിക്കൊണ്ടിരിക്കുന്നത്? ഹലോ, അല്ല. പുറമോടി മാത്രമേ നമുക്കുള്ളൂ. ഉള്ളിൽ കിടന്ന് പെടയുന്ന മനസ്സ് തന്നെയാണ്. പക്ഷെ ഈ പെടത്തില് ജീവിതാവസാനം വരെ പെടയാൻ പാടില്ല. അതിന്റെ ഇടയിൽ നമുക്ക് ജീവിതത്തെ സുഗമമാക്കണം. നല്ല ബാങ്ക്. ഞാൻ ഇന്നലെ ബസ്സിന് പോകുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, 1 കോടി രൂപ എന്റെ ബാങ്ക്. ഹലോ, നിങ്ങളൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ 1 കോടി രൂപ വന്നതിന് നിങ്ങൾക്ക് അവസരം ചിന്തിക്കും. ഇപ്പൊ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവോ? ഹലോ, ഒന്ന് വായ തുറന്ന് പറയണം. 1 കോടി രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ വേണം പറയും. ഇവിടെ നിങ്ങളൊക്കെ ഉണ്ടാവും. 90% വരുന്നത് പ്രശ്നം എന്തിനാ? പൈസല്ലേ? അത് തീർക്കാൻ വേണ്ടിട്ട് നമ്മൾ വന്നിരിക്കും. ഏറ്റെടുത്ത് ജീവിതത്തിൽ നല്ല നല്ല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകണം. നല്ല നല്ല വാഹനങ്ങളിൽ സഞ്ചരിക്കണം. നല്ല നല്ല വീടുകളിൽ കിടന്നുറങ്ങണം. ലക്ഷറി ജീവിച്ചിട്ട് തന്നെ ഈ ലോകത്ത് നിന്ന് നീ വിടാതെ പോകാൻ പാടുള്ളൂ. ഹലോ, മക്കളുടെ ജീവിതം കാണുമ്പോ എനിക്കെന്തുകൊണ്ടല്ല ആവാൻ കഴിഞ്ഞില്ല എന്ന് അവർ പേടി വരുമ്പോൾ പാടില്ല. അതിനുള്ളൊരു പവർ ആശ്രയിക്കണം. കിട്ടുമല്ലോ? വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? അതിനുവേണ്ടി എല്ലാവരും എത്രയും പെട്ടെന്ന് 1 ലക്ഷം രൂപ വരുമാനം മേടിക്കുന്ന ആളായി മാറുകയും ചെയ്യും. എത്രയും പെട്ടെന്ന് 1 കോടി രൂപ നമ്മുടെ ബാങ്കിൽ കൊണ്ടുവരുന്ന പേടിക്കൊന്നും വേണ്ട. ഈ തൊഴിൽ കേട്ടിട്ടൊന്നും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇത് സാധാരണക്കാരുടെ തലമുറയുടെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ആലമ്പരയാണ് ഇതൊക്കെ. എന്താ പറയാ, ഏത് പേജിലും ഇങ്ങനെ തന്നെയാണ്. ഞാൻ എല്ലാവരും ചോദിക്കുന്നത് ഏത് പറയുന്ന കുട്ടികളുള്ളതാണോ? ഇങ്ങനെ തന്നെയാണ്. ബിജെപിയുടെ കാണുന്നുള്ളൂ. തയ്യാറാവണം. കുട്ടികൾക്ക് നല്ല സുഖമായിട്ട് ജീവിക്കണം. നല്ല സ്കൂളുകളിൽ പഠിക്കണം. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണം. മണിയായിട്ട് എടുത്ത് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പൈസ അതില്ലാത്തതുകൊണ്ടാ ഈ കിടന്ന് ഇറങ്ങണം.
അതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ വളരെ സന്തോഷം. 1 ലക്ഷം രൂപ ബാങ്കിൽ പണിക്ക് ഇങ്ങനെ ടാലന്റ് വന്ന് വീഴുന്നു. കുറച്ച് നാൾ മുമ്പ് ആ കാറ് മേടിച്ചു. കാറിന്റെ അളവ് ആരടത്തി തീർത്തു? PC അടത്തി തീർത്തു. ഈ വീടിന്റെ അളവ് ആരടത്തി തീർക്കും? PC ഒരു 5 പൈസ നടക്കില്ല. ആരടത്തി തീർക്കും? നിങ്ങൾ കാറ് മേടിച്ചോളൂ. PC അടത്തി പോകും. ആത്മാവിന് പേടിക്കാനുള്ളതല്ല. ലീഡർമാർ എന്താണോ പറയുന്നത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമോ. അതിനെപ്പറ്റി ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണ്ടേ? ഹലോ, പഠിക്കും പഠിക്കണ്ടേ? പഠിക്കും. സമയങ്ങൾ കളയരുത്. ഒരാളും സമയം കളയരുത്. ഒരു 9ാമത്തെ മാസത്തിനുള്ളിൽ എന്തായതാണ് ഞാൻ സ്റ്റാറായതാ. 9 മാസത്തിനുള്ളിൽ 24 മാസം കൊണ്ട് സജീവ് കുമാർ ദാസ് സ്റ്റാർപ്ലാനായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു 18ാമത്തെ മാസം കൊണ്ട് എന്തായി സ്റ്റാർപ്ലാനായിട്ടുള്ളത്. 18 മാസം കൊണ്ട് സാധനങ്ങളാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. പക്ഷേ അതിന് ആരൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കൂ. ഈ ഒരു വില വിവര കണക്കുകൾ അഭിപ്രായമായി പുറത്ത് വെളിച്ചെണ്ണയ്ക്ക് 400 രൂപ വില കൊടുക്കുമ്പോ 262 രൂപ നമുക്കുള്ളൂ MRP റേറ്റ്. നമുക്ക് 213 dB കിട്ടും. 79 PV. അങ്ങനെ കണക്ക് കൂട്ടി വരികയാണെങ്കിൽ നമുക്ക് 2184 രൂപ മാർക്കറ്റിൽ നമ്മൾ ഇങ്ങനെ വെറുതെ പൈസ കൊണ്ട് കൊടുക്കുമ്പോ നമ്മുടെ റേറ്റ് എത്രയാണ്? 1586. അങ്ങനെയാണെങ്കിൽ ഇവിടെ DC വെച്ച് നോക്കുമ്പോ കണക്ക് നോക്കി മാർക്കറ്റിൽ 2184 രൂപ വരുമ്പോ ആ സിമിന്റെ MRP 1586. നോക്കൂ, DP എത്രയുണ്ട്? 1263 DP ഉണ്ട്. 2184 മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പൈസയിൽ നിന്ന് നമ്മുടെ DPന്റെ കണക്ക് കുറയ്ക്കുകയാണെങ്കിൽ നോക്കൂ 921 രൂപ എന്താണ് ലാഭം. ഇത് ലാഭം കാണുമ്പോ 921 രൂപയല്ലേ ഉള്ളൂ ലാഭം. അത് 12 മാസം കൊണ്ട് എത്ര രൂപയാവും? 11,052 രൂപ കയ്യിൽ നിന്ന് പോയില്ലേ? വെല്ലോനെയും കൊണ്ട് തിന്നാൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഹലോ, ഇത് സാധാരണക്കാരന്റെ ഭാഷയാണ്. സാധാരണക്കാരന്റെ ഭാഷയാണ്. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്താറുണ്ട്. കണ്ണിക്കണ്ട മാർക്കറ്റിൽ ഓരോന്നും കാശ് കൊണ്ടുവന്നിട്ട് വേണ്ടാത്ത പ്രൊഡക്റ്റുകൾ മേടിച്ച് കഴിച്ച് നിത്യ രോഗികളായിട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മൊത്തം. മനസ്സിലായോ? ഇവിടെ നോക്കൂ, ആ ഒരു 10 വർഷം 11,052 രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്രയുണ്ട്? 1,10,520 വർഷം ഇടനിലക്കാർക്കും പ്ലാസ്റ്റിക്കാർക്കും തിന്നാൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു തീരുമാനത്തൂടെ നമ്മൾ ഉറപ്പിച്ചത് തന്നെയാണ് തീരുമാനം. എന്നാലും ഈ ക്ലാസ്സിൽ ഒന്നും കൂടി ഉറപ്പിക്കുന്നു, കൈയടിച്ച് ഉറപ്പിക്കുന്നു. ഉറച്ച തീരുമാനം. ഞാൻ ഈ ക്ലാസ് കേട്ടിട്ടുണ്ടല്ലോ, എനിക്കും ആവശ്യം ഇതാ പറഞ്ഞ. ഞാൻ പറഞ്ഞ നമ്മളൊക്കെ എല്ലാവരും ആ കേൾക്കുന്നത് എങ്ങനെയാണ് കേൾക്കുന്നത് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലാസ്സിന്റെ പ്രസക്തി എന്താണെന്നുള്ളത്. നോക്കൂ, ഇവിടെ 6 മാസത്തെ എന്ത് കിട്ടും നമുക്ക്? പ്രീ പ്രൊഡക്റ്റുകളും കിട്ടും. ഒരു വർഷം രണ്ട് പ്രാവശ്യം പ്രീ പ്രൊഡക്റ്റുകളും കിട്ടും. നോക്കൂ, ഇവിടെ നമ്മളൊരു 100 PV മുതൽ 1499 PV വരെ 12% DP നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് പ്രീ പ്രൊഡക്റ്റുകൾ കിട്ടുന്നുണ്ട്. ഈ കണക്കുകൾ നമ്മൾ ആരുടെയെങ്കിലും ചെന്ന് പറയാറുണ്ടോ? ആരോട് ചെന്ന് പറയാറില്ല. ഇത്ര PV ഉണ്ടെങ്കിൽ ഇത്ര DP നമുക്ക് പ്രീ പ്രൊഡക്റ്റുകൾ കിട്ടുന്നുണ്ട് അല്ലെ? ഒരു 100 PV എങ്കിലും മിനിമം ചെയ്യണം. ചിലർക്കൊന്നും PVക്ക് പൈസ കിട്ടും, പ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നില്ല. അവര് നമ്മളോട് എന്ന് പറയുന്നത് പരാതി ഒക്കെ പറയും. അപ്പൊ നമ്മൾ നോക്കുകയാണ് എന്താ പ്രശ്നം. 100 PVക്കെങ്കിലും സാധനങ്ങള് നമ്മൾ മേടിക്കണം. അത് നമുക്കറിയേണ്ടത്. ഹലോ, സ്നേഹം എപ്പോഴും ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ ദേഷ്യത്തൊക്കെ പറയില്ല. നിങ്ങളെല്ലാവരും 1 ലക്ഷം രൂപ വരുമാനം മേടിക്കുന്നത് വരെ ഞങ്ങളെല്ലാവരും നല്ലൊരു കൈഡി ഞാനുണ്ട് സാറെ കൂടെ ഇറങ്ങിത്തിരിക്കണം. സജീവ് സാറ് പറഞ്ഞു ഈ മാസം സ്റ്റാർട്ടുകളാവും, എത്ര ലക്ഷം രൂപ അടിക്കും സാറ്? അപ്പൊ പറഞ്ഞു ഏകദേശം ഒരു 5 ലക്ഷം രൂപ പ്രൊഡക്റ്റ് അടിക്കേണ്ടി വരും. സജീവ് സാറ് തമാശ പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു 5 ലക്ഷം രൂപ വരെ പ്രൊഡക്റ്റ് ഞാൻ അടിച്ചിരിക്കും. ആ മാസം 5 ലക്ഷം രൂപ വരെ പ്രൊഡക്റ്റ് അടിക്കാൻ സ്റ്റാർട്ടുകളായി. 5 ലക്ഷം ചിന്തിക്കാൻ പോലും പറ്റില്ല.
കുഴപ്പമില്ല. അങ്ങ് തൃപ്രയാറിൽ എനിക്കും പറയാനുണ്ട്. ഇവിടെ കുറെ ആൾക്കാർക്ക് ഇവിടെ കങ്കൂറ്റം വന്നിട്ടുണ്ട്. കങ്കൂറ്റം തന്നെയാണ്, ആയിരിക്കും, നേടിയിരിക്കും. പക്ഷെ ആ ഉൽപ്പന്നങ്ങള് ഇങ്ങനെ സെയിൽ ചെയ്ത് വലിയൊരു ടീം ഉണ്ടാക്കിയതിനു ശേഷം വെറും ഉപ്പും മിളകും മല്ലിയും മഞ്ഞളും സോപ്പും പൊടിയും മാത്രം മേടിച്ച് ഈ ഡയമണ്ട് ക്ലബും മാത്രം ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഒന്നും പ്രശ്നമില്ല. ഭാര്യ വീട്ടിൽ നടന്നു ചോദിച്ചു, ചേട്ടാ ഇന്ന് വരുമ്പോ പരിപ്പ് വെച്ചിട്ട് പറഞ്ഞിട്ടാ, ചേട്ടാ ഇന്ന് വരുമ്പോ തവണ വെച്ചിട്ട് പറഞ്ഞിട്ടാ, ഇത് പണ്ടും പറയാറുണ്ട് വെളിച്ചെണ്ണ വേണ്ടി ചേട്ടാ. പക്ഷെ അതൊന്നും ബാങ്കിലൊന്നും പൈസ ഒന്നുമില്ല. പക്ഷെ ഇന്ന് ഞാൻ സാധനങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ എവിടെ വന്ന് വീഴും? ഹലോ, അയ്യോ കേട്ടില്ല. ഐക്യമുണ്ട്. ആ ടെക്നിക്ക് പഠിച്ചിട്ടുള്ളതാണ് വിളിക്കുന്ന ആളുകൾ. ടെക്നിക്കൽ 19,000 രൂപ മാസം വരുമാനം മേടിക്കുന്ന ആളുകളാണ്. നോക്കൂ, ഇവിടെ 1,500 ടിവിക്ക് നമ്മൾ 6 മാസം സാധനങ്ങൾ മേടിച്ചാൽ എന്താ സംഭവിക്കുക? 1,500 ടിവിക്ക് പ്രൊഡക്റ്റിൽ നമുക്ക് ഫ്രീ കിട്ടും. ഇതൊരു വീട്ടിൽ പോയിട്ട് പറഞ്ഞെടുക്കാൻ നമുക്ക് പറ്റാണ്ടല്ല, നമ്മൾ ചെയ്യാൻ നമുക്ക് പറ്റാണ്ടത്. എന്നെ പോലുള്ളൊരു വ്യക്തിക്ക് ഈ കുന്നറ തന്നിട്ട് ഇങ്ങനെ ഈ വീട്ടിലേക്ക് പ്രസന്റേഷൻ നടത്താമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോരുത്തരും നടത്താൻ പറ്റില്ലേ? ഞാൻ ആരായിരുന്നു? ഓട്ടക്കാരനായിരുന്നു അല്ലെ? വാശിയുണ്ടാവും, വാശി വിജയിക്കണമെന്ന വാശി. അപ്പൊ നമുക്ക് 2,500 ടിവിക്ക് നമ്മൾ സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? 2,500 ടിവിയുടെ പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ കിട്ടും. അതുപോലെ തന്നെ 5,000 മേടിച്ചു കഴിഞ്ഞാൽ 5,000 ടിവിയുടെ പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ കിട്ടും. അതുകൂടാതെ 10,000 മേടിച്ചു കഴിഞ്ഞാൽ 5,000 ടിവിയുടെ പ്രൊഡക്റ്റുകളും കിട്ടും. നിങ്ങൾ ഈ സാധനങ്ങൾ കൊണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചായ കുടിക്കണ്ടേ? നിങ്ങൾക്ക് വണ്ടിക്ക് പൈസ ചെലവാവില്ലേ? അതുപോലും ആര് തരും? ഓ, ഒരു കൈയെടുത്ത് കാണാൻ പറ്റില്ല. കാരണം നമുക്ക് ആരോഗ്യം തരുന്നു, പ്രൊഡക്റ്റുകളിലൂടെ ആരോഗ്യം കിട്ടുന്നു. അതുപോലെ തന്നെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു എൻട്രി കിട്ടുന്നു. ഫ്രീ എൻട്രി 2,000 രൂപ കൊടുത്ത ജോയിൻ ചെയ്യണം. പല ആൾക്കാരും നടന്നു പറയണമെന്ന് 2,000 രൂപയ്ക്ക് ജോയിനിങ്, 2,000 രൂപയ്ക്കല്ല ജോയിനിങ്. നമുക്ക് എൻട്രി എടുക്കാൻ പൈസ ഇല്ല. എൻട്രി എടുക്കണമെങ്കിൽ എന്തില്ല, പൈസ വേണ്ട. നമുക്ക് എൻട്രി എടുക്കാം, എപ്പോ വേണമെങ്കിലും എൻട്രി എടുക്കാം. പക്ഷേ നമ്മൾ എൻട്രി എടുത്തതിന്റെ തൊട്ടടിയിൽ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ ഈ കാര്യത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിരിക്കും. അതുകൊണ്ട് മിനിമം പുറത്തുനിന്ന് മേടിക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് പകരം ആർസിഎമ്മിന്റെ പുറത്ത് ഉൽപ്പന്നങ്ങൾ മേടിച്ച് ഉപയോഗിച്ച് നമ്മൾക്ക് അതിൽ വിശ്വാസം ഉണ്ടാവും. ഹലോ, 2,000 രൂപ പ്രൊഡക്റ്റ് മേടിക്കാൻ പറഞ്ഞു. ആ 2,000 രൂപ പ്രൊഡക്റ്റ് മേടിച്ച് കട്ടിലടി കൊണ്ടുവയ്ക്കാനല്ലോ. എന്തിനാ? വീട്ടിൽ ഉപ്പും സോപ്പും പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ തന്നെയല്ലേ അല്ലേ? അപ്പൊ നമുക്ക് ആർസിഎമ്മിലൂടെ ജോയിൻ ചെയ്യാൻ പൈസ കിട്ടും. ജോയിൻ ചെയ്യാൻ പൈസ കിട്ടും. ഇവിടെ 3,000 രൂപ കിട്ടുന്നു. അടുത്തത് 25,000 ടിവി 6 മാസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5,000 ടിവിയുടെ പ്രൊഡക്റ്റ് കിട്ടും. 12,500 രൂപ ക്യാഷ് ആയിട്ട് നമുക്ക് കമ്പനി തരികയും ചെയ്യും. അതേപോലെ തന്നെ 50,000 ടിവി ചെയ്ത് കഴിഞ്ഞാൽ 5,000 ടിവി ചെയ്തും 30,000 ക്യാഷ് നമുക്ക് തരികയും ചെയ്യും. എവിടെ ഫ്രീ പ്രൊഡക്റ്റുകളും ക്യാഷ് റിവാർഡുകളും. ഇതുവരെ നമ്മൾ കണ്ടു വളർന്നത്, നമ്മുടെ അയൽവക്കാരും ബന്ധുക്കളും കണ്ടു വളരുന്നതും ഏതാണ്? ട്രഡീഷണൽ മാർക്കറ്റിംഗ് സാധ്യതകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ചരിത്രം മാറിയില്ലേ സുഹൃത്തുക്കളെ? ഇതിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കണക്കൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ പെയിന്റ് അതില് എന്താണ് 5,000 ടിവി ചെയ്ത് കഴിഞ്ഞാൽ 6% അഡീഷണൽ ആയിട്ടുള്ള ടിവി നമുക്ക് കിട്ടും. പക്ഷെ പർച്ചേസ് ചെയ്യുന്നതിന്റെ ഇടയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പെയിന്റ് ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടും. പെയിന്റ് ചിലവർക്ക് 5,000 ടിവി ചെയ്ത് 5,000 ടിവി ചെയ്ത് 5,000 6 മാസം 5,000 ടിവി. അപ്പൊ എന്താ കിട്ടുക? 5,000 ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഹലോ, 5,000 ടിവികൾ നമുക്ക് കിട്ടില്ലേ? ഇല്ലേ? 5,000 ടിവികൾ പ്രൊഡക്റ്റ് കിട്ടിയില്ല. 2,500 രൂപയുള്ളൂ. പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. 100 150 ടിവികൾ അടിച്ചോ. പെയിന്റ് അടിച്ച
നമുക്ക് കിട്ടില്ല. അതേസമയം നമ്മൾ ഗ്രോ ആണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ 4 മാസത്തിൽ എത്ര കിട്ടും? 5000 കൂടുതലുള്ളത് 6 ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കിട്ടും. അതൊക്കെ നിങ്ങൾ ലീഡേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അടുത്താണ് എന്ത്, നമ്മൾ ഈ കണക്കൊന്ന് കണക്കൂടി നോക്കും. ഞാൻ എത്ര സ്ഥലത്ത് ഞാൻ ഈ കണക്ക് കൊടുത്തു എന്നറിയും. എത്ര സ്ഥലത്ത് കോഴിക്കോടും തിരുവനന്തപുരവും അതേപോലെ തന്നെ വടക്കാഞ്ചേരി, മാളയും, ആലപ്പുഴയും കണക്കിന് കൊടുത്തിട്ടുണ്ട്. ഏകദേശം മാർക്കറ്റിൽ നമ്മൾ 6000 രൂപയുടെ സാധനങ്ങൾ കഴിക്കുമ്പോ നമുക്കിവിടെ ആദ്യം എത്ര രൂപ കിട്ടും? ഹലോ, 5000 രൂപ കിട്ടും. മാർക്കറ്റിൽ ലെസ് ദാൻ മാർക്കറ്റ് പ്രൈസ്, മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെക്കാൾ വില കുറവാണ് ആവശ്യം ഉൽപ്പന്നങ്ങൾക്ക്. ഇവിടെ നമ്മളൊരു DP പ്രൈസിന് ഒരു ID നമ്പർ എടുത്ത 4000 രൂപയ്ക്ക് കിട്ടും. എത്ര രൂപയുണ്ട്? അങ്ങോട്ട് ഇവിടെ നോക്കൂ. നമ്മള് ഇപ്പോൾ 6 മാസം നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ 36,000 രൂപ നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ കൊടുക്കുമ്പോ ഇവിടെ എത്ര വരുമോ സുഹൃത്തുക്കളെ? ഹലോ, തന്നെയാണോ? എത്ര രൂപ വരുമോ? 30,000 രൂപ വരുമോ? 6,000 രൂപ നമ്മുടെ കയ്യിൽ വെച്ചൂടെ? ഒരു ID നമ്പർ എടുക്കുകയാണെങ്കിൽ 24,000 രൂപ കിട്ടില്ലേ? 12,000 രൂപ നമ്മുടെ കയ്യിൽ വെച്ചൂടെ? ഇതല്ലേ നിങ്ങളെ ഈ ക്ലാസ്സിലേക്ക് വിളിക്കുന്നത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ വിളിച്ച ആളുകൾ വേണ്ടിയിട്ട് നല്ലൊരു കൈ കൊടുക്കുന്നത്. ദേശീയ ഭയങ്കര സന്തോഷം. 1 ലക്ഷം രൂപ വീടും പറമ്പും കിട്ടി, കാറും കിട്ടി. വളരെ സന്തോഷകരമായ ജീവിതമായിട്ട് മാറി. മനസ്സിലായി നോക്കൂ. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എത്ര കിട്ടുന്നുണ്ട്? 12,000 രൂപ. പ്രൊഡക്റ്റ് 2,500 ഡിഗ്രി 6,000 അങ്ങനെ കിട്ടി. ഈ 2,500 കിട്ടുമ്പോ 14,500 നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടും. നമുക്ക് മാറ്റി വെക്കാം. ഒരു വർഷത്തിൽ 29,000 രൂപ മാറ്റി വെക്കാം. എന്തിലൂടെ? സെൽഫ് യൂസിലൂടെ, സാധനങ്ങൾ വീട്ടിലേക്ക് മേടിക്കുന്നതിലൂടെ ഒരു വർഷം നമുക്ക് 29,000 രൂപ മാറ്റി വെക്കാമെന്ന് ആലോചിച്ച്. ഇതെവിടെ കിട്ടുക? എവിടെ സംഭവിക്കാം? ഉള്ള ആളുകൾ മുഴുവനും വേണ്ടാത്ത പ്രൊഡക്റ്റുകൾ തന്ന് അല്ലേ എന്താ പറയാ, അങ്ങനെ ചോദിക്കില്ലേ? ഇത് പറഞ്ഞ എന്തിനാ മേടിച്ചു? കയ്യിൽ കാശ് കൊടുത്തിട്ട് പഠിക്കുന്ന 1000 മേടിച്ചപ്പോൾ തന്നെ പ്രൊഡക്റ്റുകൾ വേണ്ടാത്ത പ്രൊഡക്റ്റുകൾ എടുത്ത് ഉപയോഗിച്ച് രോഗം വന്ന് ഡോക്ടറെ പല ആളുകൾക്കും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും പിഴിയാൻ കുറെ ഡോക്ടർമാർ ഇരിക്കുന്നുണ്ട്. ബിസിനസ് ആയിട്ട് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ ഒക്കെ നിലവിൽ കെട്ടിപ്പോക്കുക. അതിന്റെ ഇടയിൽ പോയിട്ട് പെടരുത്. ഈ വേണ്ടാത്ത മരുന്നും കഴിച്ച് ഡോക്ടർമാരെ എടുത്ത് പോയിട്ട് കയ്യിലെ കാശ് കൊണ്ടു കൊടുക്കരുന്നു. തയ്യാറാണോ? ആരോഗ്യം സംരക്ഷിക്കും. ഞാൻ വേണ്ടാത്ത സാധനമൊന്നും കഴിക്കരുത്. അത് ഞാൻ എനിക്ക് വേണ്ടി പറയണതാണ്, ലാസ്റ്റിന് വേണ്ടി പറയുന്നത്. ഒരാളും എല്ലാവരും നല്ല എന്തായിരിക്കണം? അവരായിട്ട് എത്ര പേരും മുടിജാതി കഴിക്കുന്നുണ്ട്? കുറച്ച് ആളുകളും കഴിക്കുന്നില്ല കേട്ടോ. കുറച്ച് ആളുകളൊക്കെ കഴിക്കുന്നുണ്ട്. ഒരു നല്ലൊരു ഗൈഡ് ഉണ്ടാവും. കഴിച്ചു, വെജോമേഗ കഴിച്ചു, ലുഡിജാതി വ്യൂ കഴിച്ചു, പിന്നെ കഴിച്ചു 2 ടീസ്പൂൺ ചവൻപ്രാശം കഴിച്ചു. ചവൻപ്രാശം കഴിച്ച് കഴിച്ചോളൂ എല്ലാവരും. ഇത് ഞാൻ വീട്ടിലുള്ള ആളുകളോട് പറഞ്ഞ പോലെയല്ലേ പറയുന്നത്? അല്ലെ ചെയ്തില്ലേ? അപ്പൊ ഇതൊരു ക്ലാസ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന രീതിയിൽ എന്റെ ക്ലാസ്സിൽ എന്റെ ക്ലാസ്സിൽ എന്റെ വീട്ടിലെ പിള്ളേരോടൊക്കെ പറയുന്ന പോലെ എന്റെ ഭാര്യയോടും എന്റെ അമ്മയോടും ഒക്കെ പറയുന്ന പോലെ തന്നെ ഞാൻ പറയുള്ളൂ. എന്താ ഈസി അല്ലാത്തത്? അതാണ് ഈസി അല്ലാത്തത്. ഈ കാര്യത്തിന് ആൾക്കാരോട് പറഞ്ഞു കൊടുക്കൂടെ? ഇത് പറഞ്ഞു കൊടുത്തു എത്ര ആൾക്കാർ തലവേദന മാറും? നമ്മൾ പറഞ്ഞു കൊടുക്കാത്ത കാരണല്ലേ? നിങ്ങൾ പറഞ്ഞു കൊടുത്തോ? എഴുതിയിട്ടുണ്ടോ? താങ്ക് യു. ചെയ്യാം. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. ബ്ലീഡിംഗ്. എന്താണ് ബ്ലീഡിംഗ്? എന്താണ് ഡ്യൂപ്ലിക്കേഷൻ? 3 കാര്യങ്ങൾ നടക്കണം. ഡിസ്പ്ലേ വാൾ നടക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, ചെയ്യേണ്ടത് ചെയ്യേണ്ട. ഞാൻ എത്ര ചെയ്തു ചെയ്യാൻ എന്റെ ബുദ്ധിയായിരുന്നു. എപ്പോഴും 39 വയസ്സ് വരെ ആ ബുദ്ധിയായിരുന്നു. ആ ബുദ്ധി കൊണ്ടാണ് ഏകദേശം 3,500 വരെ മരുന്ന് മേടിച്ച് ഇതിന് ഡോക്ടർക്കാരനായിട്ട് മാറിയത്. എന്റെ ബുദ്ധിയായിരുന്നു. ഭയങ്കര ബുദ്ധിയായിരുന്നു. ഒരു അനുഭവിച്ചിട്ടാണ് ഒന്നുമില്ല.
നല്ല ബുദ്ധിയില്ലേ അല്ലേ? ആ ബുദ്ധി, നമ്മുടെ സ്വന്തം ബുദ്ധി വീട്ടിലുള്ള ഏതെങ്കിലും അലമാരയില് കൂട്ടി വെക്കുക, വന്നിട്ട് മോലര ചാവി എറിഞ്ഞുള്ളതുപോലെ ദൂരേക്ക് എറിഞ്ഞുള്ളത്. എന്താ ചെയ്യണത്? പിന്നെ നോക്കി ചെല്ലരുത്, പിന്നെ എന്തിനാ ബുദ്ധി എടുക്കുക? എന്തിനു ബുദ്ധി എടുക്കുക? ആസിമിന്റെ ബുദ്ധിയാണ് ഈ പറഞ്ഞത്. 3 ബുദ്ധി. എന്താണ് ബുദ്ധി? ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുക. അപ്പൊ നമുക്ക് മേജിക് ഓഫ് ഡിസ്പ്ലേ. ആ മേജിക് അതെന്താണ് സംഭവം? നമ്മുടെ വീട്ടിൽ ഒരു ഡിസ്പ്ലേ ബോർഡ് വെക്കുന്നു. എന്റെ വീട്ടില് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു അതിമനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ബോർഡ്. അതിമനോഹരമായിട്ടുള്ളത് അതിന് വീട് പോലെ സെറ്റ് ചെയ്ത് വെച്ചു. പല വീട്ടുകാരുടെ നിങ്ങളൊക്കെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ നോക്കുന്ന ഡിസ്പ്ലേ ബോർഡ് കണ്ടുപോകുന്നത്. ഇത് സാധനം ഡിസ്പ്ലേ ബോർഡ് സാധനം എന്ന് പറഞ്ഞു. അപ്പൊ ആ ഡിസ്പ്ലേ ബോർഡ് ഇത് നമ്മുടെ വീട്ടിലുള്ള സീരീസ് അത് വീട്ടിലെ ഡിസ്പ്ലേ ബോർഡ് നല്ല നമ്മുടെ വീട് എന്നെ പറഞ്ഞയക്കുമ്പോ 4 സ്ഥലത്താണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. 4 സ്ഥലത്ത് ഈ ടൈമില് ഈ പ്രസന്റേഷൻ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ചില സിനിമകളൊക്കെ റിലീസ് ചെയ്യില്ലേ, കണ്ടിട്ടോ? സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്നുണ്ടില്ല, എല്ലായിടത്തും കടയാണ്. അതേമാതിരി ഇന്ന് റിലീസാണ്, റിലീസാവും 4 സമയം. നമ്മൾ ഇന്ന് ആദ്യം ചരിത്രത്തില് ഒരു നാഴികക്കല്ലായിട്ട് ഈ പ്രോഗ്രാമിൽ മാറും. നമ്മൾ ഓരോരുത്തരും മാറും, നമ്മുടെ ജീവിതം ധന്യമാകും. ഞാൻ ഉറപ്പ് തരുന്നു. ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചല്യമായിട്ടുള്ള മനസ്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കിട്ടുമോ? ഇന്ന് ആ മനസ്സ് കിട്ടുമോ? ഒരു സാധാരണക്കാരനെ പറയും 1 ലക്ഷം രൂപ വരുമാനം മേടിക്കുന്ന തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. നോക്കൂ, ആക്ടിവിറ്റീസ് ബിഫോർ ഓപ്പണിംഗ് ഡിസ്പ്ലേ ബോർഡ്. ആ ഡിസ്പ്ലേ ബോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോക്കൂ, വിസിറ്റ് ദ ഫാമിലി വെൽ അഡ്വൈസ്. അവർക്ക് ആ വീട്ടിലേക്ക് മുൻകൂട്ടി തന്നെ ആ വീട്ടിലേക്ക് നമ്മൾ പോവുക. അവർക്ക് വേണ്ട അഡ്വൈസ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ആ വീട്ടിൽ പോയിട്ട് അതിന്റെ കാര്യങ്ങൾക്കൊന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം എന്താണ്? കൺവിൻസ് ദം അബൌട്ട് ദ സ്കോപ്പ് ഓഫ് എന്താണ് ഡിസ്പ്ലേ ബോർഡ്. ഡിസ്പ്ലേ ബോർഡിന്റെ സ്കോപ്പുകൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? പറഞ്ഞു കൊടുക്കണമെന്നുള്ളത് എഴുതി കാണിച്ചു കൊടുക്കണം. ഷോ ദ പ്ലാൻ എഴുതി കാണിച്ചു കൊടുക്കണം അവർക്ക്. ഞാൻ എന്റെ ടീമിലുള്ള പല ലീഡേഴ്സും പുതിയതായിട്ട് വരുമ്പോ ഒരു 5 ദിവസത്തേക്ക് പിന്നെ ഞാൻ അവരെ വീട്ടിൽ. എന്തുകൊണ്ടാണ്? അവരോട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അവർക്ക് ഇൻകം വരുന്ന രീതി കാൽക്കുലേഷൻ ചെയ്ത് കൊടുക്കും. ഡിസ്പ്ലേ ബോർഡിന്റെ രീതിയിൽ ഞാൻ കാൽക്കുലേഷൻ ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ നോക്കൂ, സൂട്ടബിൾ ലൊക്കേഷൻ ഇൻസൈഡ് ദ ഹൗസ്. അപ്പൊ ഒരു എവിടെയാണ് നമ്മൾ വീടിന്റെ ഒരു ഏത് ലൊക്കേഷനിലാണ് നമ്മൾ അത് സെറ്റ് ചെയ്യേണ്ടത്? എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത്? ഡിസ്പ്ലേ ബോർഡ് എവിടെ സെറ്റ് ചെയ്യേണ്ടത്? പിൻഭാഗത്തല്ല സെറ്റ് ചെയ്യേണ്ടത്? ആരിലാണെന്ന സ്ഥലത്തല്ല സെറ്റ് ചെയ്യേണ്ടത്? ആളുകളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ തന്നെ ആ സ്ഥലത്താണ് എന്ത് ചെയ്യേണ്ടത്? ഡിസ്പ്ലേ ബോർഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അടുത്താണ് ഫൈൻഡ് എ പ്ലേസ് ടു കണ്ടക്ട് ദ ഡിസ്പ്ലേ ബോർഡ് ഇനാഗുറേഷൻ ഇൻസൈഡ് ദ ഹൗസ്. എന്താണ് പറയുന്നത്? ഇതിന്റെ ഇനാഗുറേഷൻ നമ്മൾ എവിടെ നടത്തണം? പല ആളുകൾക്കും അറിയില്ല അവരുടെ വീട്ടിൽ എവിടെയാണ് ആ പ്രോഗ്രാം നടത്തുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് അതിന്റെ ബോർഡ് വെക്കേണ്ടത്, എവിടെയാണ് ആ നിലവിളക്ക് വെക്കേണ്ടത്. ഇതൊന്നും, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്, നമ്മുടെ മതപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് എവിടെയാണ് ചെയ്യുന്നത്, ഇതൊന്നും പല ആളുകൾക്കും അറിയുന്നില്ല. ആളുകൾ വരുന്ന സ്ഥലത്താണ് ഇപ്പൊ ഇവിടേക്ക് കയറി വരുന്ന സമയത്ത് ആ പാതിന്റെ ഈ സൈഡിലായിട്ട് അല്ലെങ്കിൽ അവിടെ ആയിട്ടാണ് ബോർഡ് വെച്ചെങ്കിൽ എന്തായിരിക്കും സ്ഥലത്ത് വരുന്ന ആളുകൾ ഈ ആളുകൾ മുഴുവൻ കാണും. അതേസമയം ഇവിടെയാണെങ്കിലോ എന്ത് സംഭവിച്ച ബോർഡ് ഇവിടെ വെച്ചത് നമ്മൾ അവിടെ വരുന്നവരൊക്കെ ഈ ആളുകൾ നോക്കി ആളുകൾ പരിപാടിയിൽ അവരെങ്ങനെയാണ് നടക്കണമെന്നൊക്കെ നോക്കിയിട്ടില്ല ആൾക്കാർ അല്ലേ? അപ്പൊ അതും ശ്രദ്ധ തെറ്റാനായിട്ടാണ്. നോക്കൂ, നമ്മുടെ ഇനാഗുറേഷൻ ഏത് സൈഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്, ബോർഡ് എവിടെയാണ് നമ്മൾ വെക്കേണ്ടത്. പ്രൊഡക്റ്റ് മെറ്റീരിയൽസിലേക്ക് എന്താണ് വൈറ്റ് ബോർഡ് ഉണ്ടായിരിക്കണം. എല്ലാ സമയത്തൊക്കെ ഞാൻ വൈറ്റ് ബോർഡൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞു. ഒരു പ്രോഗ്രാം വൈറ്റ് ബോർഡൊന്നുമില്ല. ലാസ്റ്റ് എന്നിട്ട് ആ ചക്കര ഒരു പാൻറ് ഇട്ടായിരുന്നു, ചോക്ക് ഇട്ടായിരുന്നു. അതുകൊണ്ട് ടൈലും തിരിച്ചു വെച്ചിട്ട് അതുപോലെ ബോർഡ് ഇല്ലാത്ത സമയത്ത് എന്താ ചെയ്യാൻ പറ്റും? പിന്നെ ചില ആൾക്കാർ ഷീറ്റും കൊണ്ട് പോണത് കാണാം. വൈറ്റ് ബോർഡ് ഉണ്ടായിരിക്കണം, പിന്നെ അടിപൊളിയായിട്ട് എഴുതി. സമയത്ത് മാർക്കറ്റിംഗ് പ്ലാൻ അടിപൊളിയായിട്ട് എഴുതി. എന്നിട്ട് ഞാൻ ആ
മാറ്റാൻ ഫിക്സഡ് മാർക്കറ്റ് അതായത് സാധനം ഞാൻ അവിടുത്തെ പെട്രോളും ഡീസലും ഒക്കെ എടുത്ത് പിന്നെ മറ്റേ കുളത്തിലെ പെട്രോൾ ടാക്സ് കൊടുക്കുന്ന മരി നിന്ന് വരച്ച് കെടുക്കണം. അപ്പൊ അതൊന്നും ഉണ്ടാവും. കാരണം ആളുകൾക്ക് എന്തുണ്ടാവും, ആരോഗ്യത്തിലുണ്ടാവും. അപ്പോൾ ആണെങ്കിൽ നമുക്ക് മാർക്കർ ഉണ്ടായിരിക്കണം, ഡസ്റ്റർ ഉണ്ടായിരിക്കണം. ഡസ്റ്റർ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഒരു വീട്ടിൽ പോയ ഡസ്റ്റർ മാറ്റുന്ന സാധനമൊന്നുമില്ല. അപ്പൊ ആദ്യം വെച്ചിട്ട് അപ്പൊ അവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നല്ല കോർഡിനേഷൻ അല്ലേ, അതൊരു മാർക്കറ്റിലേക്ക് അടിപൊളി. അപ്പോൾ ഡസ്റ്റർ വേണം, മൈക്രോ സിസ്റ്റം വേണം അല്ലെ. മൈക്രോ സിസ്റ്റം ഇരിക്കുന്നത് ചിലപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ എന്താണ്, മൈക്രോ സിസ്റ്റം വേണം. ആളുകൾക്ക് സംസാരിക്കുന്നത് ശരിക്കും കേൾക്കണം. പതിന് സംസാരിക്കാൻ പാടില്ല. ഞാൻ ഇവിടെ പതിന് സംസാരിക്കണമെങ്കിൽ ഞാൻ പറയുന്നു ഇങ്ങനെ പറഞ്ഞെങ്കിൽ ആരെയും ഇഷ്ടപ്പെടും. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒട്ടൊന്നും ഉണ്ടാവില്ല. ഒക്കെ വീട്ടിൽ പോയില്ല, തീരെ ചെയ്തില്ല, അത് തീരെ ശബ്ദമില്ല, കേൾക്കാനൊരു സുഖമില്ല അല്ലേ. അപ്പൊ നമുക്ക് മൈക്ക് വേണം, പ്രൊഡക്റ്റിന്റെ ഡിസ്പ്ലേ, പ്രൊഡക്റ്റ് നന്നായിട്ടുണ്ടായിരിക്കണം. ചില വീടുകളിലൊക്കെ പോകുമ്പോൾ തുച്ഛമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാവുള്ളൂ. അവിടെ പറ്റി പറയാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവില്ല അല്ലേ, ശരിയല്ലേ. അതേപോലെ തന്നെ ഏതെങ്കിലും പേസ്റ്റിനെ പറ്റി പറഞ്ഞ് അവരൊന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന കായത്തിന്റെ മണം അല്ലെ. എൽജിയുടെ കായത്തിൽ നോക്കിക്കോളൂ, എൽജിയുടെ കായത്തിൽ മണപ്പിച്ച് നോക്കി വല്ല മണം ഉണ്ടാവും, ഒരു മണമില്ല. പെട്ടെന്ന് മണം അതിന്റെ കായ എങ്ങനെയുണ്ടായിരിക്കും. ഹലോ, അതിന്റെ കായ എങ്ങനെയുണ്ട്, അടിപൊളി മണം. മണം കേൾക്കാത്ത ആളുകൾ കൺവിൻസോ മനസ്സിലാവും ആളുകൾക്ക്. അത് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഡെമോകളും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മതി. അടുത്തത് നോക്കൂ, activities before opening display wall, invite neighbors and friends with immediate upline leader. നമ്മൾ upline ആയിട്ടുള്ള ലീഡേഴ്സിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കൊണ്ട് വേണം ഈ ഡിസ്പ്ലേ വാൾ ഇനാഗ്രേഷൻ ചെയ്യാൻ പോകുന്ന വീടിന്റെ ചുറ്റുപാടൊന്നും നടന്ന് ആ ലീഡറുമായിട്ടൊന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കുക. നമ്മൾ പറഞ്ഞ ചിലപ്പോൾ കേൾക്കില്ല. അത് നമ്മുടെ ലീഡർ പറഞ്ഞാൽ ഇങ്ങനെ എത്ര പേര് ചെയ്യാറുണ്ട്. നമ്മുടെ പ്ലേയിനെ കൊണ്ടുപോയിട്ട് ഡിസ്പ്ലേ വാൾ ഇനാഗ്രേഷൻ ചെയ്യുന്ന വീടിന്റെ അയൽവക്കങ്ങളിലും അവരുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകാറുണ്ടോ? പോകാറില്ലല്ലോ. മനസ്സിലായി എന്തുകൊണ്ടാണ് പൈസ വരാമെന്ന് മനസ്സിലായോ? ഹലോ ഹലോ, അത് റെഡി? ഇനി എങ്ങനെ ചെയ്യും? സിസ്റ്റം പറയുന്നത് പോലെ ചെയ്താലേ നമുക്ക് ബാങ്കുകളിലേക്ക് പൈസ വരും. ബാങ്കിൽ കൂടെ എന്തായാലും പൈസ വരും, ഷുവർലി. നോക്കൂ, അടുത്തത് the leader will explain in brief about the importance of the program. നമ്മുടെ ബ്രീഫായിട്ട് ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് ആര് പറഞ്ഞു തരും? നമ്മുടെ അപ്ലൈയിങ് ലീഡർ പ്രോഗ്രാമിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയും അവിടെ. അല്ലാണ്ട് ആ ആള് വന്നിട്ട് കുറെ നേരം സംസാരിക്കാൻ പാടില്ല. അത് ആ പ്രോഗ്രാമിന്റെ പ്രസക്തി എന്താണ്, വന്നിരിക്കുന്ന ലീഡറെ എഡിഫിക്കേഷൻ ചെയ്യേണ്ട രീതിയൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അവിടെ പറയും. അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് ഷുഡ് ബി വെൽ ഡ്രസ്ഡ്. ഹലോ, മനസ്സിലായോ? ഞാനൊരു ക്ലാസ്സിൽ പോയി പൂർവ്വ വേഷത്തിൽ എന്നിട്ട് മാത്സ് കിട്ടും. വീട്ടിൽ നിന്ന് അടിച്ചു പിടിച്ച ഡ്രസ്സൊക്കെ അങ്ങനെ ലഭിക്കുന്നത് അടിപൊളി ഡ്രസ് ചിലണ്ട്. ചില ഗിഫ്റ്റൊക്കെ കിട്ടില്ലേ ഈ ക്ലാസ്സൊക്കെ, അതൊക്കെ എടുത്ത് വെച്ചിരിക്കുക. ഞാൻ ആരെങ്കിലും വരുമ്പോഴെടുക്കാം. ഞാൻ പറയുന്നത് അങ്ങനെ ഒന്നും എടുത്തു വയ്ക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും തമ്മിൽ ഉപയോഗിക്കും. മനസ്സിലായില്ലേ? അപ്പോ എന്താണ്, വെൽ ഡ്രസ്, നല്ല ഡ്രസ്സിലായിരിക്കണം. ചില വീടുകളിൽ പറ്റിയ കളിമുള്ളവർ എടുത്ത് നിൽക്കുന്നുണ്ടോ? നമ്മള് ലീഡർമാരെ നമുക്ക് കളിമുള്ളവർ എടുത്ത് നിൽക്കുകയാണ് അല്ലേ. എന്നെ നിങ്ങൾ കളിമുള്ളിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ എന്റെ വീട്ടിലേക്ക് എന്റെ ലീഡേഴ്സ് ഒക്കെ എടുത്ത് നമുക്ക് ആരും വീട്ടിൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, ആ ഒരു പവറിലായിരിക്കണം. നമ്മുടെ ലീഡറാണ്. ഈ ചുറ്റുഭാഗത്ത് എത്ര ആളുകളുണ്ട്? ഈ PWDയുടെ റെസ്റ്റോറന്റിന്റെ ചുറ്റുപാടും എത്ര ആളുകളുണ്ട്? അവർക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായത് ആർക്കാണ്? അപ്പൊ നമ്മളല്ലേ ഭാഗ്യം വന്നാൽ നമുക്ക് വേണ്ടിയിട്ട് നല്ലൊരു കാര്യം ഒക്കെ ഞാനിത് പറഞ്ഞില്ലേ, എന്നിട്ട് ഡോക്ടറെ കൂട്ടാക്കിയോ? എന്നെ പിന്തിരിക്കാൻ അത് വെറുതെ നീ കൂട്ടാക്കി ചെന്ന് കുഴപ്പമില്ല. അത് എന്നോട് പറഞ്ഞതാ. ഞാനൊന്നും പേടിച്ചു ഇറങ്ങുകയും ചെയ്തു. എന്നെ കള പറഞ്ഞ കാര്യം ഇല്ല, ഒന്നും പോയി
ഇവരെ രണ്ട് തരത്തിലുള്ള ആൾക്കാർ വിടണോ, അസിലേക്ക് വരണോ, അല്ലെങ്കിൽ വിടണോ, വരണോ, വന്നാ പെടുവോ? ഒരു പെടലുമില്ല, രക്ഷപ്പെടുന്നല്ലോ. അത് തെളിയിച്ചാൽ കാരണം അതെന്താണോ ചെയ്യേണ്ടത് അതിനും ചെയ്തു. അപ്പൊ നമുക്ക് നല്ല ഡ്രസ്, നമുക്കൊരു എന്താ പറയുക, എന്ത് പറയുന്ന ഒരു ഉത്തരവാദിത്വം ഒരാൾ നമ്മളെ വീട്ടിൽ കുട്ടികളെ പറഞ്ഞ അവസരം നമ്മൾ നല്ല ഡ്രസ് കിട്ടും. ശ്വാസത്തിന്റെ ക്ലാസ്സിലാണ് വിളിച്ചാലോ നല്ല ഡ്രസ്സായിട്ട് തന്നെ ആളുകളെ നമ്മൾ ആ നടക്കുന്ന വീട്ടിലൊക്കെ പറയുന്നു. പ്രൊഡക്റ്റ് ഷുഡ് ബി ഡിസ്പ്ലേഡ് നൈസ്ലി. പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കണം അവിടെ, നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് പ്രോപ്പർ വെൽക്കം, ഇൻട്രൊഡക്ഷൻ, ഇൻവൈറ്റിംഗ് ദ ഗസ്റ്റ് സ്പീക്കർ. നമ്മൾ ആ ഒരു ചില സ്ഥലങ്ങളിൽ ഇപ്പൊ എല്ലാവർക്കും ആശയം അറിയാവുന്ന ആളുകൾ, അതുകൊണ്ട് ഞാൻ ജയാസ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജയാസ്യം പറയും. ഒന്നും അറിയാത്ത ആളുകളായിട്ട് പോയിട്ട് ജയാസ്യം സംഭവം അവിടെ ഒന്നും പോയിട്ട് ജയാസ്യം പറയരുത്. അവിടെ പോയിട്ട് നമുക്ക് എന്താ ലീഡറെ ഒരു നല്ല രീതിയിൽ ഇത് തൃപ്രയാറിന്റെ പടനായകൻ അവരിട്ട് നോക്കി. അപ്പൊ ഓരോ വേദികളിൽ എങ്ങനെയാണ് വെൽക്കം ചെയ്യേണ്ടത്, ഒരു ഹോം മീറ്റിംഗ് എങ്ങനെയാണ് വെൽക്കം ചെയ്യേണ്ടത്, ഒരു ആൾ മീറ്റിംഗ് എങ്ങനെയാണ് വെൽക്കം ചെയ്യേണ്ടത്, ഒരു വലിയ മീറ്റിംഗിലേക്ക് എങ്ങനെയാണ് വെൽക്കം ചെയ്യേണ്ടത്, അല്ലെ? അതൊക്കെ നമ്മളൊന്ന് വളരെ വ്യക്തമായിട്ട് അല്ലെ ഒരു MC ആയിട്ട് നമുക്ക് ഒരു പവർഫുൾ MC. അപ്പോഴും മനസ്സിലായത് ഞങ്ങളുടെ ഒരു പുലി ഞങ്ങളുടെ ക്ലോസ് ലൈൻ ആണെങ്കിലും നമ്മളുടെ മാർഗദർശനം എന്ന് പറയുന്നത് നമ്മുടെ അപ്ലൈൻ, നമ്മുടെ ക്ലോസ് ലൈൻ അടിപൊളി. നിങ്ങളെപ്പോ കണ്ടാലും ഈ രീതിയിലുള്ള എല്ലാവരോടും സ്നേഹബന്ധം അല്ലേ? അപ്പൊ എന്താണ് നല്ലൊരു ഇൻവൈറ്റിംഗ് ഗസ്റ്റ് സ്പീക്കറിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്ത് വിളിക്കണം. ഒരു സ്ഥലത്തേക്ക് രാജസാറൊക്കെ പോയി, രാജസാറും മുൻസാറൊക്കെ പോയി ഇരിക്കും. ഇവിടെ വന്നിട്ട് ഒരാൾ വെൽക്കം ചെയ്യും. തൃശ്ശൂരിൽ നിന്നും 2 ലീഡേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് എന്തൊക്കെയോ ഒന്നും ഇവിടെ പറയാനുണ്ട്. നല്ലൊരു കാര്യം അപ്പൊ തന്നെ അവരെന്താണ് ബുദ്ധിമുട്ട് നോക്കുക. ഒരുപാട് ആളുകൾക്ക് ഈ പ്രൊഡക്റ്റുകൾ കൊടുത്ത് ഹൗ ടു യൂസ് വിത്തൗട്ട് മെഡിസിൻ അങ്ങനെ ഒരു ന്യൂട്രിചാർജ് വിൽപ്പനകളൊക്കെ കൊടുത്ത് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ 2 ലീഡേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യം നമ്മുടെ ഈ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലീസ് കം ഓൺ ദി സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആളുകൾ കേൾക്കാൻ തയ്യാറാവുന്നതാണ്. അതാണ് നമ്മുടെ DPPS. അപ്പോ നമ്മൾ പ്രോപ്പർ വെൽക്കം ചെയ്യണം. അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ബിഫോർ ഓപ്പണിംഗ് ഡിസ്പ്ലേ ഓൺ ഓഡിയൻസ് ഡിസിപ്ലിൻ ഷുഡ് ബി മെയിൻറ്റൈൻഡ്. ഇത് എല്ലാം പഠിച്ചവരെ പോലെയാണ് ആളുകൾ വന്നിരിക്കുക. പുതിയ ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കപ്പെടും. ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് പുതിയ മീറ്റിംഗ് കിട്ടുന്നത്. ഒരു കാര്യം അറിയാത്ത ആളുകളാണ് വന്നിരിക്കുന്നത്. അതിന്റെ ഈ തവണ ഈ ലീഡർ ശക്തനല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പൊ അത് അറിയുന്നെങ്കിലോ അല്ലെ? ചില സ്ഥലത്ത് ഒരു നഗരി സജീവ് സാറിന്റെ പോലെ തന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ക്ലാസ്സിൽ കൊണ്ടുപോയി. അവിടെ ഒരു ഹൈറ്റിൽ പെൺകുട്ടി ഉണ്ടായിരുന്നു. ഹൈറ്റിലെ പെൺകുട്ടി നിന്നിട്ട് ചോദിക്കുകയാണ് നമ്മുടെ സജീവ് സാറിനോട്, ഈ ഇതൊക്കെ നമ്മുടെ എന്താ പറയാ സിസ്റ്റങ്ങളൊക്കെ റെഡിയുള്ള കാര്യമൊന്നുമില്ല, അങ്ങനെയുണ്ട് ഭയങ്കര സൗണ്ട് ആയിട്ടുള്ളപ്പോൾ തന്നെ അവിടെ നിങ്ങൾക്ക് പേസ് ഉപയോഗിക്കാറുണ്ടോ? ആ പേസില് കണ്ടന്റുകൾ എന്തൊക്കെയാണ്? അത് പേസ് എവിടെ തയ്ക്കുന്നത് അല്ല എവിടെ തയ്ക്കുന്നത് എന്ന് ചോദിച്ചത്. രാത്രിയാണോ തയ്ക്കുന്നത്? അതെന്താണ്? ആ ഉമിനീരുള്ള സമയത്താണ് പകൽ സമയം. അപ്പൊ ബാക്ടീരിയകൾ പെരുകില്ല. രാത്രി സമയത്ത് ഉമിനീരില്ലെങ്കിൽ ബാക്ടീരിയ പെരുകും. ആ സമയത്താണ് നമ്മളെ ഈ റെഡ് പേസ്റ്റ് നമ്മൾ തയ്ക്കേണ്ടത് പറഞ്ഞു കൊടുക്കുമ്പോ അതുപോലെ എന്താണ് പ്രൊഡക്റ്റ് പ്രൈസ് ഡിഫറൻസ് ടു ബി ഡിസ്കസ്ഡ്. ഈ പ്രൊഡക്റ്റിന്റെ വില വ്യത്യാസം, ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എന്താണ് തവറ, അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിച്ചാൽ എന്ത് കിട്ടും, അത് എങ്ങനെ ഉപയോഗിക്കണം, ഇതിനെ പറ്റിയിട്ടൊക്കെ ഇന്നലെ ഞാനൊരു ക്ലാസ് എടുത്തു. ഒരു വീട്ടിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു എന്തായാലും പോലെ നിങ്ങൾ കൂടെ ഞങ്ങളുണ്ട്. ഈ നന്മ ചെയ്യാൻ ഉപയോഗിച്ചിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. 2018 300% ക്യാൻസർ രോഗികളുടെ വർധനവല്ലേ ഉണ്ടായിരുന്നു. RCC കണക്കിട്ടപ്പോ 300%. ഭാഗ്യത്തിന് നമ്മളതൊന്നും പറ്റില്ല. അങ്ങനത്തെ എണ്ണകളാണ് പുറത്ത് വിപണിയിൽ കിട്ടുന്നത്. ആ എണ്ണകളൊക്കെ മാറ്റി റൈസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടില്ലേ? നമ്മുടെ കുടുംബത്തിൽ
ഉപയോഗിക്കാൻ തുടങ്ങിയാൽ മതി. ഹലോ, കാര്യം നിസ്സാരമല്ല. Product is not products, actual product is opportunity. Opportunity ആണ് ഓരോ പ്രൊഡക്റ്റുകൾ. അതുപോലെ മൂത്തർ പറയുന്നു, പ്രോബ്ലം ഈസ് നോട്ട് പ്രോബ്ലം, പ്രോബ്ലം ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് അബൌട്ട് ദ പ്രോബ്ലം. നമ്മുടെ മനോഭാവത്തെ ഒന്ന് മാറ്റിയാൽ മതി. ഞാൻ എന്റെ മനോഭാവം മാറ്റി. എന്താണ്, ഇന്നലെ വരെ ഞാൻ ബുദ്ധിമാനായിരുന്നു, അപ്പൊ ഞാൻ ആളുകളും മാറ്റാൻ ശ്രമിച്ചത്. ഞാൻ ജ്ഞാനം കിട്ടിയാളാം, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ മാറ്റാൻ ശ്രമിച്ചു. എന്നെ തന്നെ മാറ്റുക എന്നുള്ളതാണ് മറ്റൊരാളുടെ കുറ്റം കുറവ് നമ്മൾ കണ്ടെത്തണം. നമ്മുടെ പോരായ്മകൾ നേരിടും. അതിലൂടെ നമുക്ക് എന്താവാം, അസുഖം വളർന്ന് പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം, പ്രൈസിന്റെ വ്യത്യാസം നമ്മൾ കാണിച്ചു കൊടുക്കണം. പ്രൊഡക്റ്റിന്റെ ഡെമോ പ്രൊഡക്റ്റിന്റെ ഡെമോ കാണിച്ചു കൊടുക്കണം. പല ഡെമോകളും നമുക്കില്ലേ. അതുപോലെ തന്നെ ഫീസ് ഓഫ് പ്രോഗ്രാമുകളുടെ ഡെമോ കാണിക്കാറുണ്ട് അല്ലേ. ഇതുപോലെ തന്നെ അടുത്തൊരു ഇത് പറയുന്നു, നമ്മുടെ നോ ഈക്വൽ ഡ്രിങ്ക്സ് ഇൻ ബിറ്റ്വീൻ ഓർ വിത്ത് ദ പെർമിഷൻ ടു ഓഫ് ഗസ്റ്റ് ലീഡർ അനുവാദമില്ലാതെ ചായയും സാധനവും കൊണ്ടുവരാൻ പാടില്ല. ഇതുപോലെ തന്നെ ഒരു ക്ലാസ് ചോദിക്കും, അതിനിടയിലേക്ക് അതോടുകൂടി ആ ആളുകൾ മുഴുവൻ ചായ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ ഒരു പ്രാവശ്യം ഒരു ചേച്ചി വന്ന് കണ്ടിട്ട് ചായ വന്നിട്ടുണ്ട്, എയർപോർട്ട് വിസിറ്റ് വന്നിട്ടിരിക്കും. എന്താ കുട്ടിയാണ് അതിൽ നമ്മൾ 2 ഗ്ലാസ് വെള്ളം തോന്നണം. 2 ഗ്ലാസ് വെള്ളം 2 ഗ്ലാസ് ഒരു വേണ്ട, 2 ഗ്ലാസ് കഴിച്ചുകൊണ്ട ഞാൻ നമ്മുടെ ക്ലാസ്സിൽ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അതൊരു പൊടിച്ച് ഒരു ഗ്ലാസ് കിട്ടും. ആ മറ്റേ എയർപോർട്ട് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ഒരു ഗ്ലാസ് കിട്ടും. ഞാൻ കാലത്ത് എയർപോർട്ട് പാഞ്ഞിക്കെട്ട് ആ ആസിന്റെ ബിസ്ക്കറ്റ് മൊത്തം അതില് 5 ഉണ്ടാവുന്നതിലും നമ്മൾ മുളപ്പിച്ച് പിടിച്ച ആൾക്കാരുണ്ടാക്കിയ സാധനം ഇന്നലാണ് ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. അന്ന് മുതൽ അവർക്ക് മനസ്സിലായി എന്റെ ചെറിയ കുട്ടിക്ക് എന്നും വയറുവേന ഇതിന് കാരണം എന്താണെന്ന് അവർക്ക് പിടിക്കും. ഹലോ, ചെറിയ കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ മതി. അതിന് ഓരോ ഉൽപ്പന്നങ്ങളുടെ മേന്മ അതിന്റെ വ്യത്യാസങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു നോക്കിയാൽ മതി. അവർക്ക് മനസ്സിലാവും അല്ലേ. അപ്പൊ നോക്കൂ, ഈക്വൽസ് അത് നമ്മുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കൊടുക്കുക. ഓൺലി ആഫ്റ്റർ ഓൺലി ചില വീട്ടിൽ പോയി കഴിഞ്ഞാൽ പരിപ്പ് വേട പഴംപൊരി അപ്പുറത്തെ കടയിൽ മേടിച്ചു. എന്തിനു ചെയ്യുന്നത് ആവശ്യം? നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എന്തോരം പ്രൊഡക്റ്റ് ഇന്ന് ഞാൻ അതിന്റെ അവധി മേടിച്ചിട്ടുണ്ട്. ഒരുപാട് അവഗണിച്ചോ എല്ലാതും ഇനി ഒരു മനുഷ്യന് വേണ്ട എല്ലാ സാധനങ്ങളും ഓക്കെ. ആർട്സിന്റെ പ്രൊഡക്റ്റ് മാത്രം പറയാം. ഇനഗ്രേഷൻ, റിബൺ കട്ടിങ്ങും ലൈറ്റിംഗ് ലാമ്പ് can be done in between or at the end. എൻഡിലും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, എപ്പോ വേണമെങ്കിലും. ഞാൻ ആളുകളൊക്കെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട് സാറ്. ആളുകൾക്കൊക്കെ മാർക്കറ്റുകളിൽ കമ്പനി പ്രൊഫൈലും 10 ഉൽപ്പന്നങ്ങളുടെ വില വ്യത്യാസമൊക്കെ കാണിച്ചിട്ട് അവർക്ക് ആദ്യം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ. അത് ഏറ്റവും മതപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. പക്ഷെ ആളുകൾക്ക് മനസ്സിലായിട്ട് അവിടെ എത്തിക്കുകയാണെങ്കിലോ അപ്പൊ അവർക്ക് ഒരു സന്തോഷം ഉണ്ടാവും. ആ നിലകൾക്ക് എത്രയോ കുടുംബങ്ങളിൽ മേടിച്ചു നയിക്കുന്നു. ഒരുപാട് 8 വർഷം 12 വർഷമായിട്ട് കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് ഇങ്ങനത്തെ ഒരു ഹോം മീറ്റിംഗിലൂടെ 19 പേർക്ക് ന്യൂട്രീഷന്റെ സപ്ലിമെന്റുകൾ കൊടുത്തിട്ട് കുട്ടികളായിട്ടുണ്ട്. 19 പേര്. നമ്മൾ ചെയ്യുന്നത് നന്മയല്ലേ സുഹൃത്തുക്കളെ? നമ്മൾ ചെയ്യുന്നത് നന്മയല്ലേ? മറ്റുള്ള പ്രൊഡക്റ്റുകൾ മോശമാണെന്ന്, അതിൽ കണ്ടന്റുകൾ ഡേഞ്ചർ ആണെന്ന് സത്യം ചെന്ന് പറയുന്ന ആ നന്മയാണ് ആരുടെ ഏറ്റെടുക്കാൻ വന്നത്? നമ്മളോട് ഏറ്റെടുക്കാൻ പറ്റും. ആളുകളെ തയ്യാറാണ്. അതുപോലെ തന്നെ
കുട്ടികൾ നോക്കൂ. സെറ്റപ്പ് യുവർ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ വാൾ അറ്റ് യുവർ ഹോം. ഫസ്റ്റ് പർച്ചേസ് ഷുഡ് ബി മിനിമം 10,000 രൂപ സാധനം എടുക്കുക. 10,000 രൂപ നമ്മൾ ആഗ്രഹിക്കും. 10,000 പറയുമ്പോൾ എങ്ങനെയാണ് സുഹൃത്തുക്കൾ? എങ്ങനെയാണ് 10,000 പറയുമ്പോൾ കേട്ടിട്ടുണ്ടോ? ഒരു മാസത്തിൽ എത്ര സോപ്പ് ഉപയോഗിക്കുന്നത്? 4 സോപ്പ് ഉപയോഗിക്കും. 3 മാസത്തേക്ക് നിങ്ങൾക്ക് എത്ര സോപ്പ് വേണ്ടി വരും? 12 സോപ്പ് വേണ്ടി വരും. 3 മാസത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി ഉപയോഗിക്കാൻ 12 സോപ്പ് വേണ്ടി വരും, ഇല്ലേ? അതേസമയം 12 സോപ്പ് ഒരുമിച്ച് മേടിക്കും. അതേപോലെ തന്നെ കുറച്ച് ഉൽപ്പന്നങ്ങൾ ഒരു 3 മാസത്തേക്കായിട്ട് കുമ്മളപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, സോപ്പുപൊടി, ആട്ട, തവണ, അതേപോലെ തന്നെ ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ, വളങ്ങള്, ഈ സോൾഡ് ഉൽപ്പന്നങ്ങൾ, അല്ലേ? ബ്യൂട്ടി കാരണം ഹലോ ബ്യൂട്ടി അതിന്റെ പവറാണ്. എല്ലാ ദിവസവും നിങ്ങൾ കഴിക്കാം. ഏത് ലേഡീസ് കഴിക്കുക ആ സൗന്ദര്യത്തിനല്ല പവർ എന്താണ്? 10,000 രൂപ 3 മാസത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ 10,000 രൂപ സാധനമായി. 3 മാസത്തേക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ഡിസ്പ്ലേ വാളിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡിസ്പ്ലേ വാൾ ആവും ചെയ്യുന്നു. നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച് തീർക്കാം, അല്ലേ? അന്നൊക്കെ അമ്മ എന്നെ വിളിക്കും, ഇടയ്ക്കായിട്ട് വിളിക്കുന്നത്. അത് കഴിഞ്ഞു ഒരു ദിവസം അമ്മേനെ വിളിച്ചു ഒരു 2 കിലോ ഇതൊക്കെ മേടിച്ച് വീട്ടിലെ ആ ശരീരത്തൊക്കെ ഉണ്ടായിട്ട് ഇതൊരു കാര്യം സംഭവിക്കും. എന്താ സംഭവിക്കുക? ഇതിന് പേര് വരില്ല എന്ന് മാത്രമല്ല ഒരു ഐശ്വര്യമാണ്. പ്രൊഡക്റ്റുകൾ വീട്ടിലിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തുണ്ട്? ഒരു ഐശ്വര്യമാണ് നമ്മുടെ വീട്ടിൽ. നിറച്ച് പ്രൊഡക്റ്റുകൾ ഇരിക്കുമ്പോൾ എന്റെ വീട്ടിൽ ഞാൻ ആദ്യം നനയിരിക്കും പ്രാവശ്യം എവിടെ നോക്കുന്നത് നിറഞ്ഞിരിക്കുന്നത് എന്താണ്? ഉയർച്ചയുടെ ലക്ഷ്യം. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 10,000 രൂപ സാധനങ്ങൾ എടുക്കുന്നു. മോർ പ്രൊഡക്റ്റ് അവൈലബിലിറ്റി ആക്കുമ്പോൾ വീണ്ടും വീണ്ടും പ്രൊഡക്റ്റുകൾ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് അവിടെ അവൈലബിൾ ആയിരിക്കണം. എന്താണ്? 100% പ്രൊഡക്റ്റ് യൂസേജ് ആ 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് and they will become a product promoter. എല്ലാ ഫാമിലി മെമ്പേഴ്സും ചിലപ്പോൾ ഞാനില്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് കൊടുക്കും, സാധനങ്ങൾ കൊടുക്കും. അവര് എന്ത് ചെയ്യുകയും ചെയ്യും? പ്രൊഡക്റ്റ് പ്രൊമോട്ടറായിട്ട് മാറുകയും ചെയ്യും. എല്ലാവരും ചില വീടുകളൊക്കെ അവർ ഭാര്യ പ്രത്യേകമായിട്ട് അവര് അച്ഛനും ഞാൻ നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റിൽ 12 കുടുംബമുണ്ടായിരുന്നു. എന്റെ ആ റൂമിൽ ചെയ്തു ഫ്ലാറ്റിൽ ഞാൻ ഈ ഡിസ്പ്ലേ 12 വീട്ടിലും എന്റെ കയ്യിൽ പ്രൊഡക്റ്റ് വരും. വൈകിട്ട് ഞാൻ ചെയ്യുമ്പോ 1,000-2,000 രൂപ ഭാര്യ എടുത്തത് നല്ലതാണോ ചീത്തയാണ്? നിങ്ങൾ പറയും. നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങും, ക്ലാസ് തുടങ്ങും. നല്ലതാണോ ചീത്തയാണ്? നല്ലതാണോ? അത് നമ്മുടെ വീട്ടിൽ 3 മാസത്തിലെ സാധനങ്ങൾ ഒരുമിച്ച് മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഓരോ സാധനങ്ങൾ എടുത്ത് വിൽക്കുകയും ചെയ്യും. മനസ്സിലായോ? അതിനാണ് ഡിസ്പ്ലേ വാൾ എന്ന് പറയുന്നത്. ഹലോ, അതിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കും. പക്ഷെ അതുകൊണ്ട് എന്ത് വരാത്തത്? പൈസ വരാത്തത്. പക്ഷെ ഈ പൈസ അപ്പൊ നോക്കൂ, neighbors will come to know about the product and they will start using and recommending. അതായത് അയൽവക്കക്കാർ നമ്മുടെ വീട്ടിലേക്ക് വരികയും ഈ പ്രൊഡക്റ്റുകളെ പറ്റി മനസ്സിലാക്കുകയും അവര് എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റ് വേണമെന്ന് നീ വീട്ടിൽ പോകും. അയൽവക്കക്കാര് ഒരു പ്രൊഡക്റ്റ് മേടിച്ചു കൊണ്ടുപോയ വീട്ടിൽ നിന്ന് 5 ആളുകൾ പരിചയപ്പെടുത്തി തന്ന ഒരു വീട്ടിൽ പോയപ്പോ 5 പേര് ഈ ആ വീട്ടിൽ പ്രൊഡക്റ്റ് അത് മനസ്സിലാക്കില്ലേ? അതുപോലെ തന്നെ ഈസിലി യു ക്യാൻ കംപ്ലീറ്റ് ഡയമണ്ട് ക്ലബ് 1-ാം തീയതി 10-ാം തീയതിക്കും ഇടയിൽ 5000 TV ചെയ്യുന്ന ആ ഡയമണ്ട് ക്ലബ് നമുക്ക് ഡിസ്പ്ലേ വാളിലൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഈസിലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതാണ് യുവർ ബിസിനസ് ആൻഡ് ഇൻകം ഇൻക്രീസ് ഗ്രാജുവലി. നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ ഇൻകവും ഗ്രാജുവലി എന്താവും? ഇത് ചെയ്താൽ മതി. ആ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ വാളിൽ പ്രൊഡക്റ്റ് വയ്ക്കുക.
അങ്ങനെ ആ ബിസിനസ്സും ഇൻകവും വരുമാനവും നമ്മൾ വരുമാനത്തിന് വേണ്ടി സേവ് ചെയ്യുക. ആളുകൾ എണ്ണം എഴുതി വെക്കുക, എന്നിട്ട് അവരെ വിളിക്കുക, ഇന്ന് പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട്, നീ പുറത്തുനിന്ന് പോയിട്ട് കുട്ടികളൊന്നും വലിയൊന്നും മേടിക്കണ്ട, ഞാനിവിടെ സേവ് ചെയ്യുന്നു പറയാൻ പറ്റില്ല. അതിലൂടെ അല്ലേ? പക്ഷെ നമ്മുടെ കുട്ടികളുടെ ചെറിയൊരു മടി, ചിലർക്ക് അഭിമാന ക്ഷയമാണ്. പക്ഷെ ഞാൻ ഒരു നാമില്ല, എവിടെ പോയിട്ട് ഹലോ നിങ്ങൾക്ക് എങ്ങനെയാവാൻ പറ്റും? റെഡിയാണോ? വിശക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നോക്കൂ. ഒരു പേസ്റ്റ് 70 രൂപ, 55 DP, 36 PV, അതുപോലെ ചായപ്പൊടി, സോപ്പ്, ഇത് മൂന്നും കൂടിയിട്ട് നമ്മൾ 265 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? സ്നേഹമാക്കി സെയിൽ ചെയ്യാം. DK 215 നോക്കൂട്ടോ. അപ്പൊ അത് 265 രൂപ 8 വീടുകളിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. എത്ര വീടുകളിൽ? നിങ്ങൾ ഇവിടെ തന്നെയാണോ? വീട്ടിൽ പോയോ? വേറെ സ്ഥലങ്ങളിലേക്ക് പോയോ? ബസ്സിനെ കെട്ടിയോടിക്ക് പോയോ? ബാത്റൂമിലേക്ക് പോയോ? കുട്ടികളുടെ അടുത്തേക്ക് പോയോ? ആരും പൊരുത്തു പോയിട്ടില്ല. എല്ലാവരും ഇവിടെ തന്നെ. കാരണം 8 വീട്ടിലേക്ക് നമ്മൾ കൊടുത്തു വിചാരിക്കുക. 7 ദിവസം കൊണ്ട് 14,840 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെയിൽ ചെയ്യാൻ പറ്റും. ഈ 3 പ്രോഡക്റ്റ് എത്ര പ്രോഡക്റ്റ്? ഹലോ, എത്ര പ്രോഡക്റ്റ്? 3 പ്രോഡക്റ്റ് എത്ര? 14,840 രൂപയ്ക്ക് നമുക്ക് MRP സെയിൽ ചെയ്യാം. എത്രയുണ്ട്? DP 11,816 DPO. 11,816 രൂപയ്ക്ക് മേടിച്ചിട്ട് എത്ര രൂപയ്ക്ക് വിൽക്കാം? 14,840 രൂപയ്ക്ക് നമുക്ക് വിൽക്കാനായിട്ട് പറ്റും. PV 6,608 PV കിട്ടും. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് 3,024 രൂപ നമുക്ക് ലാഭം കിട്ടി. കഴിഞ്ഞാൽ കിട്ടും 3,024 രൂപ ലാഭം കിട്ടും. 4 വീക്ക് പ്രോഫിറ്റ് 3,024 × 4 12,096 രൂപ നമുക്ക് എത്ര മാസം കൊണ്ട്? എത്ര മാസം കൊണ്ട്? ഒരു മാസം. ഇങ്ങനെ ഒരു മാസം കൊണ്ട് അല്ലെ? ഒരു മാസം കൊണ്ട് നമുക്ക് 12,000 നിസ്സാരമല്ല. എത്ര വീട്ടിൽ? 8 വീട്ടിലേക്ക് 7 ദിവസം നമ്മൾ കൊണ്ടുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ 4 വീക്കിലത്തെ PV നോക്കി 26,432 PV ഉണ്ടാവും. അതിന്റെ 1,850 രൂപ നമ്മുടെ കയ്യിലേക്ക് വരും. ടോട്ടൽ 12,096 1,850 കൂടി 13,946 രൂപ നമുക്ക് എത്ര മാസം കൊണ്ട് കിട്ടും പറഞ്ഞത്? ഒരു മാസം. നോക്കൂ, അങ്ങനെ കൺസിസ്റ്റൻസി കഴിഞ്ഞിട്ട് 25,000 PV ഉണ്ടാവുന്നത്. അത് 6 മാസം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 12,000 രൂപ ക്യാഷ് കിട്ടും. 96,176. അങ്ങനെയാണെങ്കിൽ പ്രീ പ്രൊഡക്റ്റും ഒരു 2 വർഷം പ്രീ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 10,000 രൂപ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ 96,176 × 2 ഒരു വർഷത്തെ കണക്ക് വെച്ചുകൊണ്ട് 10,000 ആകുമ്പോ 2,02,352 രൂപ. കണക്കൊന്നും പിടിക്കില്ല. കണക്കുകളൊന്നും പിടിക്കില്ല. ഹലോ, നോക്കൂ, നമ്മുടെ ഏവറേജ് മന്ത്ലി ഇൻകം 16,863 രൂപ കിട്ടാൻ നമ്മുടെ 8 വീടുകളിലേക്ക് നമ്മുടെ 1,065 രൂപ പ്രൊഡക്റ്റ് വീട്ടിലേക്ക്. ഹലോ, സെയിൽ ചെയ്തുകൊണ്ട് വരുമാനം. ആദ്യം എന്ന് പറഞ്ഞു സെൽഫ് യൂസിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. സെയിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കാം. മേജിക് ഓഫ് ഡയമണ്ട് ക്ലബ് ഡിസ്പ്ലേ മേജിക് ഓഫ് ഡയമണ്ട് ക്ലബ് എന്താണ്? നോക്കൂ, 5,000 PV ചെയ്യുന്ന ഡയമണ്ട് ക്ലബ് ചെയ്യുന്ന ആളുകൾ, ക്ലൗഡ് ക്ലബ് ചെയ്യുന്ന ആളുകൾ, സൂപ്പർ ഡയമണ്ട് ക്ലബ്, സ്റ്റാർ ഡയമണ്ട് ക്ലബ്. അതുപോലെ തന്നെ നോക്കൂ, സെൽഫ് പർച്ചേസ് നമുക്ക് ഡയമണ്ട് ക്ലബ്. വാട്ട് ഈസ് എന്താണ് ഡയമണ്ട് ക്ലബ്? നോക്കൂ, നമ്മൾ സെൽഫ് പർച്ചേസ് ബൈ പ്രൊഡക്റ്റ് അറ്റ്ലീസ്റ്റ് 5,000 PV ഓൺ യുവർ ഓൺ ID 10th ഓഫ് എവറി മന്ത്. എല്ലാ മാസത്തിന്റെയും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ എത്ര PV? 5,000 PV ചെയ്യുന്ന ആ കസ്റ്റമറായിട്ട് ആര് മാറണം? ഏകദേശം 7.5 വർഷമായിട്ട് ഇന്ന് വരെ ഞാൻ തെറ്റിട്ടില്ല. 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ആ
അതിന് ഒരു മാസം 25,000 രൂപ 12 മാസം അടിപ്പിച്ചിട്ടുണ്ട്. ഒരു മാസം 25,000 രൂപ.